വർഷത്തോളമായി ഞങ്ങൾ ഈ നന്മയിലേക്ക് വന്നിട്ട്. ഞങ്ങളെ ഈ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്നത് ഞങ്ങളെ സാറ് സുഹൃത്തായിട്ടുള്ള മുണ്ടിക്കത്തായം BUC ഓണറായിട്ടുള്ള മണിസാറായിരുന്നു. ഞങ്ങൾ വീട്ടിലേക്കുള്ള പ്രൊഡക്റ്റുകൾ ആദ്യം മാത്രം വാങ്ങിക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് ഞങ്ങൾ ഈ RCM എന്ന ഈ നന്മയിലേക്ക് വന്നിട്ടുള്ളത്. അല്ലാതെ ഇതിലെ ഒരു ബിസിനസ് ഏറ്റെടുക്കുമെന്നോ ഇതില് ഇങ്ങനെ വർക്ക് ചെയ്യുമെന്നോ ഒന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. ഇതില് നല്ലൊരു ജോലി, നല്ലൊരു സാലറി കിട്ടിക്കൊണ്ടിരുന്ന ഈ ജോലിയിൽ കൂടി ഇതിലൊരു നല്ലൊരു വരുമാനം കിട്ടിയിരുന്നതായിരുന്നു. അതാ എല്ലാം ഒഴിവാക്കി ഇതിന്റെ മീറ്റിങ്ങുകളും ഒക്കെ കേൾക്കാൻ ടൗണിൽ പോയി കേട്ട് അതിനെ മനസ്സിലാക്കി ഇതിന് മുന്നോട്ട് വന്ന് ഇത് അവസാനം കുറച്ചു കാലം ഇതിന് ഈ മീറ്റിങ്ങുകളൊക്കെ പങ്കെടുത്ത് പിന്നെ നമ്മുടെ ഈ RCM ഇതിലേക്ക് ജോയിൻ ചെയ്യാണ് ഉണ്ടായത്. നമ്മുടെ വീട്ടിലാണെങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ ജോലി റിസൈൻ ചെയ്ത് ഇതിലേക്ക് വന്നപ്പം നല്ലൊരു സാലറി കിട്ടിയിരുന്ന ജോലിയായിരുന്നു. അതെല്ലാം വേണ്ടെന്ന് വെച്ച് ഈ RCM വന്നപ്പോഴും ആദ്യം തന്നെ എനിക്ക് ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു. കാരണം വീട്ടിലെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. വീട്ടിലാണെങ്കിലും മകനാണെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കുന്നു, മകള് പഠിക്കുന്നു, വീട്ടിലാണെങ്കിൽ ഹൗസിംഗ് ലോണ് എല്ലാം ഉണ്ടായിരുന്നു. ആ സമയത്താണ് നമ്മുടെ ഈ ജോലിയെല്ലാം വലിച്ചെറിഞ്ഞ് നമ്മുടെ ഈ RCM വന്നത്. ഇതിലുള്ള ഓരോ ലീഡേഴ്സിനും മനസ്സിലാവും RCM സ്റ്റാർട്ടിങ്ങിൽ എത്രയായിരിക്കും വരുമാനം കിട്ടുക എന്നുള്ളത്. ഞങ്ങള് ഇതില് പിന്നെ ഞങ്ങള് എന്താ പറയാ, ജീവിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമുള്ള കാര്യമായിരുന്നു. ജോലി സാലറി ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ അതെല്ലാം ഒരു നിമിഷത്തിൽ ഇല്ലാതായപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ ഞങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാതെ നിന്ന നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞങ്ങള് എല്ലാം കോംപ്രമൈസ് ചെയ്യാന്ന് പറയുന്ന പോലെ ഞങ്ങള് ഉദാഹരണത്തിന് ഞങ്ങൾ ന്യൂസ് പേപ്പർ, പാല്, അങ്ങനെ പല TV എല്ലാം ഞങ്ങൾ കട്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇതിലെല്ലാം കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. പിന്നെ ഞങ്ങള് എല്ലാം ഞങ്ങൾ ഹാർഡ് വർക്ക് തന്നെ ചെയ്തു. ഞങ്ങൾക്ക് ഇതിൽ ആദ്യം ഞങ്ങൾ പറഞ്ഞു, ആദ്യം സ്റ്റാർട്ടിങ്ങിലൊക്കെ ഞങ്ങളൊക്കെ ഈ പ്ലാനൊക്കെ പ്രസന്റേഷൻ ഒക്കെ പഠിപ്പിച്ചു തന്നത് ഞങ്ങളെ പേൾ അച്ചീവറായിട്ടുള്ള പ്രദീപ് സാറായിരുന്നു. ആദ്യം തന്നെ സ്റ്റാർട്ടിങ്ങിൽ ഈ പ്രദീപ് സാറിൽ നിന്നും കുറെ പ്ലാനുകളും അതേപോലെ നമ്മുടെ കമ്പനിയെ പറ്റിയിട്ടും കമ്പനിയുടെ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടും ഒക്കെ പഠിച്ചു. ഈ കമ്പനിയെ പറ്റി പഠിച്ചപ്പോൾ ഈ കമ്പനി നല്ല കമ്പനിയാണെന്നും നല്ല ക്രെഡിബിലിറ്റി ഒക്കെ ഉള്ള കമ്പനിയാണെന്നും ഒക്കെ മനസ്സിലായി. ഇതിന്റെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് നമ്മളെ ഇതിന്റെ പ്രൊഫൈലാണ്. നല്ല ഒരു പ്രൊഫൈലുള്ള നല്ലൊരു കമ്പനി. നമ്മൾ പുറമേ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പല തട്ടിപ്പ് കമ്പനികളും എല്ലാം ഉള്ള നമ്മൾക്ക് ഇത്രയും വർഷത്തെ പാരമ്പര്യമുള്ള ഒരു കമ്പനി എന്ന് പറയുമ്പോൾ അതിനെ ആർക്കും തെറ്റിദ്ധരിക്കാനോ ഒന്നും തോന്നിയില്ല. പക്ഷെ ഇത് വർക്ക് ചെയ്തു. ആദ്യത്തില് നമുക്ക് വരുമാനത്തിന്റെ ഒരു പ്രശ്നം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ കൂടി നമ്മൾ പ്രൊഡക്റ്റുകൾ ഓരോന്നും നമ്മൾ യൂസ് ചെയ്ത് ഉപയോഗിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മളെ വീട്ടിലേക്ക് ഉള്ള നമ്മുടെ കുറെ ജീവിതശൈലി രോഗങ്ങൾ കുറെയൊക്കെ നമുക്ക് ഇതിൽ കൂടി മാറ്റിയെടുക്കാൻ സാധിച്ചു. അതിൽ കൂടിയാണ് ഞാൻ ഇതിലേക്ക് വരാനുണ്ടായ ആദ്യം ഞാൻ നല്ല നെഗറ്റീവ് ആയിരുന്നു എന്ന് പറഞ്ഞു. കുറെ കാലം എനിക്ക് നെഗറ്റീവ് തന്നെയായിരുന്നു. ഒരു വർക്കിനും ഞാൻ പോയിരുന്നില്ല. പിന്നെ ഗിരി സാർ ഒറ്റയ്ക്ക് തന്നെ ഇതിൽ വർക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. പിന്നെ എനിക്ക് മനസ്സിലായി, ഇത് ഒറ്റയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല, ഇതിൽ വിജയിക്കാൻ നമുക്ക് സാധിക്കില്ല. ഇത് എപ്പോഴും പറയുന്നതാണ്, ലീഡേഴ്സിന്റെ മീറ്റിങ്ങുകൾ, സൂം മീറ്റിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഇതിന്റെ പ്രൊഡക്റ്റും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി. അപ്പൊ ഇതൊരു ഫാമിലി ബിസിനസ് ആണെന്ന് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് ഇതില് സജീവമായിട്ട് ഞാനും വരാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ എന്താ പറയാ, നന്നായിട്ട് വർക്ക് ചെയ്തു, ഹാർഡ് വർക്ക് ചെയ്തു. ഞങ്ങൾക്ക് കുറെ അസോസിയേറ്റിനെ ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അതൊക്കെയാണ് ഞങ്ങൾക്ക് RCM ഇതിലുണ്ടായ വിജയം. നമ്മുടെ ഈ കമ്പനീനെ പറ്റി പറയുകയാണെങ്കിൽ 1977 രാജസ്ഥാനിലെ ഭിൽവാരയിൽ തുടങ്ങിയ ഒരു കമ്പനി. ഇത്രയും വർഷത്തെ പാരമ്പര്യമുള്ള ഒരു കമ്പനി ആയിരുന്നു. അതുകൊണ്ട് നമ്മളെ ഇതിന്റെ ഫൗണ്ടർ ആയിട്ടുള്ളത് TCG ആണ്. TCGയുടെ ഒരു ലോങ് വിഷൻ, എന്താ പറയാ, അത്രയേറെ ദീർഘവീക്ഷണത്തോടു കൂടി കണ്ടുവച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമായിരുന്നു നമ്മുടെ ഈ RCM എന്ന് പറയുന്നത്. അപ്പൊ ഒരു കമ്പനിയിൽ തുടങ്ങിയിട്ട് ഇന്ന് ഇത്രയേറെ കമ്പനികളും അതേപോലെ 4000-ൽ പരം പ്രൊഡക്റ്റുകളും എല്ലാം ഡിപ്പോകളും 150-ൽ പരം ഡിപ്പോകളും 100-ൽ പരം ഫാക്ടറികളും ഒക്കെ ആയിട്ട് 4 ലക്ഷത്തിലേറെ ആളുകളെ ഇതിലേക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഒക്കെ ഉള്ള ഒരു കമ്പനി, ഇത്രയേറെ വളർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ ഈ RCM എന്ന കമ്പനി. നമ്മളെ ഇതിലെ RCMന്റെ ഓരോ കാര്യങ്ങളും നമ്മൾ നന്നായിട്ട് ചിട്ടയോടെ മുന്നോട്ട് പോവുക. നന്നായിട്ട് നമ്മൾ എങ്ങനെ വിജയിച്ചു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക. നമ്മൾ ഓരോ ദിവസവും ഞങ്ങൾ ഓരോ ടീമിലും ഹോംവർക്കുകൾ നന്നായിട്ട് നടത്താൻ സാധിച്ചു. ഈ ഹോംവർക്കുകൾ നടത്തുന്നതും അതേപോലെ നമ്മളെ ടെർമിനേഷൻ ആയിട്ടുള്ള ഐഡികൾ ഒക്കെ ആക്ടിവേറ്റ് ആക്കാനും കൂടുതൽ സമയം
ഞങ്ങൾ ചെലവഴിച്ചതിന്റെ ഫലമായിട്ടാണ് ഇതിൽ ഒരു നല്ലൊരു ഗ്രോത്ത് ഉണ്ടാക്കാൻ നമ്മളെ ടീമിൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിച്ചത്. പിന്നെ ഞങ്ങൾ ഒരു വർഷത്തിലേറെയായി ഞങ്ങൾ ഈ കൊറോണ കാലത്ത് തുടങ്ങി നമ്മൾ രാവിലെ തന്നെ ഒരു സൂം മീറ്റിംഗ് നമ്മളെ വിജയമന്ത്ര പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയും അതിൽ കൂടി നല്ലൊരു ടീമിനെ കുറെ ടീം ഞങ്ങൾക്ക് ഇതിൽ കൂടി ഉണ്ടാക്കിയെടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഇതിൽ നമ്മൾ ഈ കുറെ പ്ലാനുകൾ ഈ ആക്ഷൻ പ്ലാനുകളും ഒക്കെ ഇതിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഈ RCM എന്ന ഈ പ്രസ്ഥാനത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നമ്മൾ ഇതിൽ പറയാ പോലെ നമ്മൾ 100% 100% പ്രൊഡക്റ്റുകൾ നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതിൽ മുന്നോട്ട് പോവുക. നമ്മൾ പല സൂപ്പർ മാർക്കറ്റിൽ നിന്നും അതേപോലെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും നമ്മൾ സാധനം വാങ്ങിക്കുന്നുണ്ടാവും. അതെല്ലാം നമ്മൾ മാറ്റി നമ്മൾ ഈ ബ്രാൻഡ് ഒന്ന് മാറ്റിയിട്ട് നമ്മൾ ഈ RCM ഞങ്ങൾ ഇതിൽ വന്നതിന് ശേഷം ഞങ്ങൾ RCM ഒട്ടുമിക്ക നമ്മൾ RCM ഇല്ലാത്ത പ്രൊഡക്റ്റുകൾ മാത്രമാണ് നമ്മൾ ഈ പുറമേ നിന്ന് വാങ്ങിക്കാറുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ RCM കൂടി തന്നെ ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ അത് ഞങ്ങൾ മറ്റുള്ളവരിലേക്ക് പ്രൊമോട്ട് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. അതേപോലെ ഡിസ്പ്ലേ വാളുകൾ ഞങ്ങളുടെ ടീമിൽ കുറെ ഡിസ്പ്ലേ വാളുകൾ ഞങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഞങ്ങളും ഡിസ്പ്ലേ വാൾ എടുത്തു. അതേപോലെ ഞങ്ങൾ ടീമിൽ കുറെ ഡിസ്പ്ലേ വാളുകൾ കൊണ്ടുവരാൻ സാധിച്ചു. അതേപോലെ ഹോൾ മീറ്റിങ്ങുകൾ ഞങ്ങൾ വെക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൂടി കുറെ നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ അത് ഞങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനും ഞങ്ങൾ കുറെ ശ്രമിച്ചു. അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് ഇന്ന് ഈ പ്ലാറ്റിനം എന്ന നിലയിലേക്ക് എത്താൻ സാധിച്ചത്. ഹോം മീറ്റിങ്ങുകൾ നമ്മൾ പറയുമ്പോഴേ ഹോം മീറ്റിങ്ങുകൾ എല്ലാ സെഗ്മെന്റുകളും നമ്മൾ ഓരോ സെഗ്മെന്റുകളും ഓരോന്നായിട്ട് പറഞ്ഞ് നമ്മൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അതിൽ നല്ലൊരു വിജയം നമുക്ക് സാധിക്കാൻ കഴിയും. എന്ന് വെച്ചാൽ ഹോം മീറ്റിങ്ങിൽ നമ്മൾ എല്ലാ പ്രൊഡക്റ്റിനും എല്ലാ സെഗ്മെന്റും നമ്മൾ തൊട്ടുകൊണ്ട് നമ്മൾ അതിൽ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ കൂടി ഒരു വിജയം ഉണ്ടാവാൻ സാധിക്കും. പിന്നെ നമ്മൾ ഈ ടെർമിനേറ്റഡ് ID എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റ് ആയിട്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഞങ്ങൾ ബാഗിൽ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ടെർമിനേറ്റഡ് ആയിട്ടുള്ള വീടുകളിൽ പോവുക. എന്നിട്ട് അവരോട് സാധനങ്ങൾ അതിനെ പറ്റിയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ടെർമിനേറ്റഡ് ആയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഈ RCMനെ പറ്റിയിട്ട് അറിയുന്ന ആളുകളായിരിക്കും. ഒരുപക്ഷെ അവർക്ക് സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ബുദ്ധിമുട്ടോ അവർക്ക് എത്തിപ്പോവാൻ അവിടേക്ക് സാധനങ്ങൾ ഷോപ്പ് അടുത്തില്ലാത്തതിന്റെയോ അങ്ങനെയൊക്കെ വീടുകളിൽ ഒറ്റപ്പെട്ടു പോകുന്നതിന്റെ ഒക്കെ അവസ്ഥ കൊണ്ടായിരിക്കാം അവർക്ക് പലരും അങ്ങനെ ടെർമിനേറ്റഡ് ആവുന്നത്. അപ്പം നമ്മൾ ഈ പ്രൊഡക്റ്റുകളും എടുത്തിട്ട് അവരെ വീടുകളിൽ പോവുക, എന്നിട്ട് ഹോം വിസിറ്റ് ചെയ്യുക, നമ്മുടെ ഡിസ്പ്ലേ വാളൊക്കെ ഡയമണ്ട് ക്ലബ് ചെയ്യുക, അങ്ങനെയൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇതിലെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ നമ്മൾ ഹോം മീറ്റിംഗ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാലും നമ്മൾ അവരെ വീടുകളിൽ പോയിട്ട് അതിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കാറുണ്ട്. ഓരോ കാര്യങ്ങളും എങ്ങനെയുണ്ട്, പ്രൊഡക്റ്റ് യൂസ് ചെയ്തതിനെ പറ്റിയിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ച് അത് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ അവിടെയുള്ള വീടുകളിലുള്ള ആളുകളുമായിട്ട് നല്ലൊരു റിലേഷൻ നമ്മൾ ഇടയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ ഞങ്ങൾക്ക് സാധിക്കാറുണ്ട്. വീടുകളിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ സ്വന്തം പോലെ എല്ലാവരും ഒരു പുറമെ ദൂരെ നിന്ന് നോക്കിക്കാണാതെ നമ്മൾ ഒരു വീട്ടിലേക്ക് ചേർന്ന് നിന്നിട്ട് അവരുടെ കൂടെ പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കാറുണ്ട്. പിന്നെ ഹോം വിസിറ്റിങ്ങിന് പോകുമ്പോൾ ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. നമ്മൾ ഓരോരുത്തരും ഹോം വിസിറ്റിങ്ങിന് പോകുന്നേരം ഫാമിലി ആയിട്ട് പോവുക. എന്നാൽ മാത്രമേ നമുക്ക് ഇതിൽ ഒരു വിജയം ഉണ്ടാവുള്ളൂ. പിന്നെ ഈ പ്ലാനും അതേപോലെ തന്നെ നമ്മൾ ഈ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടും നമ്മളെ കമ്പനിയെ പറ്റിയിട്ടും ഒക്കെ നന്നായി പഠിച്ചിരുന്നാൽ മാത്രമേ നമുക്ക് ഒരു പുറമെ പോയിട്ടുണ്ടെങ്കിൽ ഒരാളോട് എങ്ങനെയാണ് നമ്മൾ ഈ RCMന്റെ ഈ നന്മ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അത് നമ്മൾ ഇതിന്റെ പ്ലാന് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇതിൽ എങ്ങനെയാണ് ഇതിൽ കൂടി RCM കൂടി വരുമാനം ഉണ്ടാക്കാൻ പറ്റൂ എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അതേപോലെ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് നന്നായിട്ട് പഠിച്ചിരിക്കണം. നമ്മൾ പ്രൊഡക്റ്റിനെ പറ്റി പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ഇതിൽ സെയിൽ ചെയ്യാൻ പറ്റുക. ഞങ്ങൾ ഡെയിലി സെയിലിന് പോവാറുണ്ട്, സെയിലും ചെയ്യുന്നുണ്ട്, ഇതിന്റെ കൂടെ സെയിലും ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ ഇന്ന് ഈ പ്ലാറ്റിനം എന്ന നിലയിലേക്ക് എത്തിയത്. പിന്നെ കമ്പനിയെ പറ്റി നമ്മൾ നന്നായിട്ട് പഠിച്ചിരിക്കണം. എന്നാലേ നമ്മൾ ഓരോരുത്തരും നമുക്ക് ഓരോ കാര്യങ്ങളും ഓരോ പ്രൊഡക്റ്റിനെ പറ്റി പറയുമ്പോഴും ചോദിക്കാറുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ടാവോ, ഈ തവിടെണ്ണയിൽ നിന്ന് ഈ തവിടുന്ന് ഇത്ര എണ്ണ കിട്ടുമോ, അങ്ങനെയൊക്കെ ഓരോരോ ക്വസ്റ്റ്യൻ ഓരോന്നിനെ പറ്റിയിട്ടും നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനെ പറ്റിയൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിലൊരു വിജയം നമുക്ക് വിജയിക്കാൻ നമുക്ക് സാധിക്കും. നമ്മൾ ഹോം മീറ്റിംഗ് എടുക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മൾ ഓരോ മണ്ണിൽ നിന്ന് തുടങ്ങി അതേപോലെ ഹരിത സഞ്ജീവനെ പറ്റിയിട്ടും അതിന്റെ വെള്ളത്തിന്റെയും മണ്ണിന്റെയും ഒക്കെ പറ്റിയിട്ടും ഒക്കെ പറഞ്ഞു കൊടുത്ത് അതിന്റെ നമ്മളെ ഈ ഹരിത സഞ്ജീവനി പ്രൊഡക്റ്റുകളൊക്കെ കൊടുക്കാനും നമുക്ക് കഴിയും. അതേപോലെ നമ്മളെ പേഴ്സണൽ ഹൈജീനെ പറ്റിയിട്ട് അതേപോലെ നമ്മളെ ഹെൽത്ത് ആരോഗ്യം ഇത് കൂടി നമുക്ക് ആരോഗ്യവും സമ്പത്തും എല്ലാം തരുന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ ഈ RCM എന്ന് പറയുന്നത്.
നമ്മളെ ഹെൽത്തിൽ വരികയാണെങ്കിൽ നമ്മളെ വീട്ടിലേക്ക് വേണ്ടുന്ന എല്ലാ പ്രൊഡക്റ്റും നമുക്ക് ഇതിൽ കൂടി കിട്ടുന്നുണ്ട്. ഉപ്പ് തൊട്ടിട്ട് എല്ലാ സാധനങ്ങളും നമുക്ക് നമ്മളെ ബെഡ്ഷീറ്റ് വരെ കിട്ടുന്ന ഒരു കമ്പനിയാണ്. പെയിന്റുകളാണെങ്കിലും അതേപോലെ എല്ലാ വെൽനസ് പ്രൊഡക്റ്റുകളും എല്ലാം കിട്ടുന്ന ഒരു കമ്പനി. നമ്മൾ FMCG മുതൽ പെയിന്റ് വരെ കിട്ടുന്ന ഒരു കമ്പനിയാണ്. നമുക്ക് ഒരു സൂപ്പർ മാർക്കറ്റ് വരെ തുടങ്ങാനുള്ള എല്ലാ പ്രൊഡക്റ്റുകളും നമ്മുടെ ഈ RCM എന്ന ഒരൊറ്റ ബ്രാൻഡിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പം അതിനെ നമ്മൾ മുറുകെ പിടിച്ച് നല്ലോണം നന്നായിട്ട് മുന്നോട്ട് പോവുക. അതൊക്കെയാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത്. പിന്നെ നമ്മളെ ടീമിൽ വരുന്ന ഓരോരുത്തരും എന്തെങ്കിലും ഒരു ചെറിയ ഒരു ഡിസ്പ്ലേ വാളോ ഒരു ഡയമണ്ട് ക്ലബോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവരെ നന്നായിട്ട് നമ്മൾ അഭിനന്ദിക്കാനും അവരെ പോലെ എഡിഫിക്കേഷനും ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നല്ല ഒരു അവർക്ക് തന്നെ ഒരു മോട്ടിവേഷൻ ആയിരിക്കും. നമ്മൾ എങ്ങനെ എന്ത് ചെയ്യണം അതേപോലെ അച്ചീവ് സെലിബ്രേഷൻ ഒക്കെ നടത്തുകയാണെങ്കിൽ നമ്മളെ ടീമിൽ അത് നല്ലൊരു എന്താ പറയാ അവർക്ക് നല്ലൊരു മാറ്റം ഇതിൽ കൂടി ഉണ്ടാകാൻ സാധിക്കും. അതുകൊണ്ട് അവർക്ക് വീണ്ടും വീണ്ടും ഇനിയും അച്ചീവ്മെന്റുകൾ എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനം ഇതിൽ കൂടി നമുക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ എല്ലാ ഉത്തരവാദിത്വവും നമ്മളെ കടമകളും എല്ലാം നിർവഹിച്ച് ഇതിൽ കൂടി നന്നായിട്ട് മുന്നേറുകയാണെങ്കിൽ നമുക്ക് ഇതിൽ കൂടി നല്ലൊരു ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് എനിക്ക് ഇതിൽ കൂടി പറയാനുള്ളത്. കഴിഞ്ഞ മാസം ജനുവരിയിൽ ഞങ്ങൾ അവിടെ ഒരു അച്ചീവ്മെന്റ് സെലിബ്രേഷൻ ഉണ്ടായപ്പോൾ ഹേമന്ത് സാർ എന്നോട് ചോദിക്കുകയുണ്ടായി, അച്ചീവ്മെന്റ് അടുത്ത മാസം അച്ചീവ്മെന്റ് ആവില്ലേ എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും ഈ മാസം ജനുവരിയിൽ ഞങ്ങൾ എന്തായാലും അടുത്ത അച്ചീവ്മെന്റ് നേടിയിരിക്കും എന്ന് ഞാൻ സാറിനോട് പറയുണ്ടായി. അതിനെ ലക്ഷ്യം വെച്ചിട്ട് ഞങ്ങൾക്ക് അത് എന്തായാലും ചെയ്യും എന്ന് ഞാൻ ഹേമന്ത് സാറിനോട് അന്നപ്പോ ഒരു വെറുവാക്ക് പറഞ്ഞെങ്കിലും പിന്നെ അതിന് വേണ്ടിയിട്ട് ഒരു ഹാർഡ് വർക്ക് ഞങ്ങൾക്ക് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ അത് ഹാർഡ് വർക്ക് ചെയ്തു. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ മാസം ഫോക്കസ് ചെയ്തിട്ട് പ്ലാറ്റിനം അച്ചീവ്മെന്റ് ഫോക്കസ് ചെയ്തിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയി. നമ്മൾ ഏതെങ്കിലും ഒന്നിനെ പറ്റിയിട്ട് ലക്ഷ്യം വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഇതിൽ വിജയിക്കാൻ സാധിക്കും. ഒരു വലിയ ഒരു ദീർഘവീക്ഷണമുള്ള നമ്മളെ ഒരു ദീർഘവീക്ഷണത്തോടു കൂടി പോകുന്ന ഒരു നല്ലൊരു കമ്പനിയാണ് നമ്മുടെ ഈ RCM എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ജനങ്ങൾക്ക് നന്മ മാത്രം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യവും സമ്പത്തും എല്ലാം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ മുന്നേറുന്ന ഈ ഒരു കമ്പനി, അതാണ് നമ്മുടെ RCMന്റെ TCG നമുക്ക് നടപ്പിലാക്കിയ ഈ RCM എന്ന കമ്പനി. RCMന്റെ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ നമ്മളെ വീട്ടിലേക്ക് വരുന്ന ഈ ആരോഗ്യം ഞങ്ങൾക്ക് അത് വളരെയേറെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ മകൾക്കൊക്കെ നല്ല ആസ്മയുടെ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾക്ക് ഈ RCM നമ്മുടെ ന്യൂട്രിചാർജ് കിഡ് അതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് മാറ്റിമറിച്ചത്. അതിൽ കൂടിയാണ് ഞാനൊക്കെ ഇതിലേക്ക് കൂടുതൽ പോസിറ്റീവായി വരാൻ കാരണം. എൻ്റെ മകളുടെ ഈ അലർജി പ്രശ്നങ്ങൾ ഒക്കെ ഒരു പരിധി വരെ ഞങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചു. പിന്നെ അവളിപ്പോ പഠിക്കുന്നത് കോതമംഗലത്താണ്, മുന്നാറിനടുത്താണ് താമസിക്കുന്നത്. എന്നാൽ ഇപ്പൊ അവൾക്ക് ആദ്യം ഇൻഹേലർ ആയിരുന്നു, മിംസിലെ ചികിത്സയൊക്കെ ആയിട്ട് ഇൻഹേലറിലായിരുന്നു. ഇപ്പൊ അതൊന്നും ഇല്ലാതെ അവൾ ഡിഗ്രിക്ക് അവിടെ മൈക്രോബയോളജിക്ക് പഠിക്കുകയാണ്. യാതൊരു പ്രശ്നവുമില്ല. അവിടെ നല്ല സെറ്ററൊക്കെ ഇട്ടിട്ട് അവിടെ എല്ലാ കുട്ടികളും അങ്ങനെ പറയും. പക്ഷെ അവൾക്ക് യാതൊരു കുഴപ്പമില്ല, ഒന്നും ഇല്ലാതെ നല്ല സുഖമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മൾ ഇതില് RCMല് നന്നായിട്ട് പഠിക്കുക, ഈ RCMനെ പഠിക്കുക, പിന്നെ നമ്മൾ അത് പഠിപ്പിക്കാൻ ശ്രമിക്കുക. നമ്മളെ ടീമിൽ വരുന്ന ഓരോരുത്തരോടും ഈ RCMന്റെ മഹത്വം മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കുക. പിന്നെ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഇതാണ് എപ്പോഴും നമ്മുടെ ഹേമന്ത് സാർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നന്നായിട്ട് വിജയിക്കാൻ സാധിക്കും. നമ്മൾ ഇഷ്ടമില്ലാത്ത എല്ലാ കാര്യങ്ങളും നമ്മൾ ഇഷ്ടമുള്ളതാക്കി മുന്നോട്ട് പോയി കൊണ്ടിരുന്നാല് നമുക്ക് ഇതിൽ നല്ലൊരു വിജയം സാധിക്കും. നമ്മൾ ഡയറക്ട് സെല്ലിങ്ങിൽ നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ ഇതിൽ നമുക്ക് വരുമാനം കിട്ടണമെങ്കിൽ നമ്മൾ വഴി എത്ര രൂപയുടെ ടേൺ ഓവർ ഈ കമ്പനി കൂടി നമുക്ക് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചാണ് നമുക്ക് ഇതിൽ കൂടി വരുമാനം കിട്ടുന്നത്. പിന്നെ നമുക്ക് കഴിഞ്ഞ ഈ മെയ് മാസം മുതൽ നമുക്ക് കമ്പനി ഓപ്പണർ ആൻഡ് മുകളിലുള്ളവർക്ക് നമുക്ക് ഒരു കമ്പനിയുടെ ടേൺ ഓവറിന്റെ ഒരു വിഹിതം നമുക്ക് ബോണസ് ആയിട്ട് നമ്മളെ കമ്പനി തരുന്നുണ്ടായിരുന്നു. അതൊക്കെ ഒരു കമ്പനിയും നമുക്ക് കിട്ടാത്ത അത്രയേറെ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ PCG കരുതി വെച്ച നല്ലൊരു നന്മയാണ് ഇതിനെ ഞാൻ കാണുന്നത്. ഇത് ഒരു കമ്പനിയും നമുക്ക് ഇതിന്റെ ടേൺ ഓവറിനനുസരിച്ച് ഒരു എന്താ പറയാ ബോണസോ ഒന്നും ഒരു കമ്പനിയും തരാറില്ല. നമുക്ക് ഓരോ ജോലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാനൊരു ഫിനാൻസിൽ 3 വർഷം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ വർഷത്തിലായിരുന്നു ഞങ്ങൾക്ക് ബോണസ് ഒക്കെ എന്താ ഒരു 1000 രൂപ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു പ്രൈവറ്റ് ഒരു കമ്പനിയിൽ ഫിനാൻസിങ് ജോലി ചെയ്തതാണ്. അപ്പോൾ ഒരു വർഷത്തിൽ ഒരിക്കൽ മാത്രം ഒരു 1000 രൂപയൊക്കെ നമുക്ക് ഒരു ബോണസ് ആയിട്ട് തരുന്ന ഒരു കമ്പനിയായിരുന്നു അത്. അതേപോലെ നമ്മുടെ കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ
നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് എത്ര സ്റ്റെപ്പുകൾ വേണമെങ്കിലും നമുക്ക് ചവിട്ടി മുന്നോട്ടേക്ക് കയറി പോകാൻ പറ്റും. നമ്മൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ്, ഓരോ സ്റ്റെപ്പ് എത്ര വരുമാനം നമുക്ക് കിട്ടണം, എത്ര വേണം എന്നതിനനുസരിച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ, ഞങ്ങൾ കഴിഞ്ഞ മാസം പ്ലാറ്റിനം ആവണം എന്ന് വിചാരിച്ച് ഞങ്ങൾ ആ ഒരു ഫോക്കസ് ഞങ്ങൾ എന്താ പറയാ ഫോക്കസ് വെച്ചിട്ട് ഞങ്ങൾ വർക്ക് ചെയ്തു, അതുകൊണ്ട് ആയി. അതേപോലെ നമ്മൾ അതിൽ ലക്ഷ്യം വെച്ച് നമ്മൾ ഇതിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഒരു ലക്ഷ്യം ഉണ്ടാവണം, നല്ലൊരു ഡ്രീം ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു നല്ലൊരു ഡ്രീമോട് കൂടി നമ്മൾ ഇതിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൽ എന്തായാലും വിജയിക്കാൻ സാധിക്കും. അതാണ് എനിക്കിതിൽ പറയാനുള്ളത്. കുറച്ചും അതേപോലെ നമ്മൾ ഇതില് കുറെ ആളുകൾ നമ്മളെ കൂടെ വന്നിട്ടുണ്ടാവും. അപ്പൊ കുറെ ആളുകൾക്ക് പലർക്കും പല സ്വഭാവം, നമ്മളൊരു മാനേജ്മെന്റ് ബിസിനസ് ആയതുകൊണ്ട് പലർക്കും പല സ്വഭാവങ്ങളായിരിക്കും. അപ്പൊ അതുകൊണ്ട് അവരെയൊക്കെ യോജിപ്പിച്ച് കൂട്ടിപ്പിടിച്ച് നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോവുക. പല പല പ്രശ്നങ്ങളും ഉണ്ടാവും, അതിനെയൊക്കെ നമ്മൾ തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് ഇതിനെ പോവുക. ഇതൊക്കെയാണ് എനിക്ക് ഇതിൽ കൂടി പറയാനുള്ളത്. നമ്മൾ ഇതിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഈ വെൽനസ് പ്രൊഡക്റ്റുകളും ടീസോൾ പ്രൊഡക്റ്റുകളും നമ്മളെ ഈ FMCG പ്രൊഡക്റ്റുകളും എല്ലാം നമുക്ക് ഈ RCM കൂടെ കിട്ടുന്നുണ്ട്. നല്ല ടെക്സ്റ്റൈൽ, നല്ല ചുരിദാറുകളും നല്ല സാരികളും ബെഡ്ഷീറ്റുകൾ, അങ്ങനെ എല്ലാ ടെക്സ്റ്റൈൽ രംഗത്താണെങ്കിലും നല്ല എല്ലാ പ്രൊഡക്റ്റുകളും നമുക്ക് കിട്ടുന്ന ഒരു കമ്പനിയാണ് നമുക്ക് ഇതിലുള്ളത്. അഗ്രികൾച്ചർ ആണെങ്കിലും നമുക്ക് വളത്തിന്റെ ഈ മേഖലയാണെങ്കിൽ തന്നെ വളം, ഞങ്ങൾ പച്ചക്കറിയൊക്കെ ഞങ്ങൾക്ക് ഒരു കുറെ തക്കാളി നമുക്ക് വില കൂടിയ സമയത്ത്, നല്ല തക്കാളിക്കൊക്കെ എത്രയോ വിലയുള്ള ആ സമയത്ത് ഞങ്ങൾക്ക് കുറച്ച് തക്കാളി ഉണ്ടായിരുന്നു ചെടി. ഇവിടെ നമ്മുടെ ഹരിസഞ്ജീവനിയുടെ ഈ വളമിട്ട് ഞങ്ങൾക്ക് എത്രയായിരുന്നു അറിയില്ല, അത്രയ്ക്കേറെ ഞങ്ങൾക്ക് തക്കാളി ഞങ്ങൾക്ക് വാങ്ങിക്കേണ്ട ആവശ്യമേ വന്നിട്ടില്ല. അതേപോലെ ഞങ്ങളെ പച്ചക്കറികൾക്കൊക്കെ ഞങ്ങൾ ഈ പച്ചമുളക് ആണെങ്കിലും ഒക്കെ നമ്മൾ ഈ ഹരിസഞ്ജീവനിയുടെ ഈ വളങ്ങൾ ഗാർഡൻ ഗോൾഡ് ആയിട്ടും ചെടികൾക്കാണെങ്കിലും ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ പ്രൊഡക്റ്റും നമ്മളെ RCMന്റെ ഓരോ പ്രൊഡക്റ്റും ഒന്നിനേറെ മെച്ചമുള്ള പ്രൊഡക്റ്റുകളാണുള്ളത്. പെയിന്റ് ആണെങ്കിൽ ഞങ്ങളെ വീടിന് ഞങ്ങൾ ഈ RCMന്റെ ഞങ്ങൾ ഈ പുതിയ ഞങ്ങളെ വീടിന് ഞങ്ങൾ RCMന്റെ പെയിന്റ് ആണ് മൊത്തം അടിച്ചത്. അതെല്ലാം ഞങ്ങൾ സാറിനാണെങ്കിലും ഒരു അലർജിന്റെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ വേറെ ഏതെങ്കിലും പെയിന്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഈ തുമ്മല്, ഈ അലർജിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മുടെ ഈ പെയിന്റ് അടിച്ചപ്പോഴും യാതൊരു കുഴപ്പമില്ല, നല്ല രീതിയിൽ അതിന് ഈ വീട്ടിൽ തന്നെ, അല്ലെങ്കിൽ ഇവിടെ പെയിന്റ് അടിക്കുകയൊക്കെ ആണെങ്കിൽ ഇവിടെ താമസിക്കാൻ പറ്റില്ല, വേറെ എങ്ങോട്ടേക്കെങ്കിലും മാറി താമസിക്കുകയും ചെയ്യാറ്. പക്ഷെ ഇപ്പൊ അതൊന്നുമില്ല, നമ്മൾ പെയിന്റ് അടിച്ചു കഴിഞ്ഞപ്പോൾ നല്ല എന്താ പറയാ, യാതൊരു സ്മെല്ലോ ഒരു അലർജി പ്രശ്നങ്ങളോ ഒന്നുമില്ല. ഗിരീഷ് സാറും അതേപോലെ ന്യൂട്രിചാർജ് കിഡ് കഴിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇപ്പം യാതൊരു അലർജി പ്രശ്നങ്ങളും ഒന്നുമില്ല. നമ്മളെ ഓരോ പ്രൊഡക്റ്റും, അതേപോലെ ഞങ്ങളെ അമ്മയ്ക്കാണെങ്കിൽ മുട്ടുവേദനയായിരുന്നു, തേയ്മാനായിരുന്നു, അതിന് നമ്മുടെ BJ നന്നായിട്ട് അത് കഴിച്ചു. അത് കഴിച്ചതിന് ഫലമായിട്ട് ഇപ്പൊ 88 വയസ്സുണ്ട് അമ്മയ്ക്ക്, യാതൊരു കുഴപ്പമില്ല, സുഖമായിട്ട് ഇതിലെ നടക്കുന്നുണ്ട്. പിന്നെ യാതൊരു വേറെ ഒന്നുമില്ല, നമ്മളെ ഷുഗറിന്റെ പ്രൊഡക്റ്റും ഒക്കെ കൊടുത്ത് ഇപ്പൊ നോർമലായിട്ട് ഇപ്പൊ ഞങ്ങൾക്ക് യാതൊരു മരുന്നും ഞങ്ങളെ വീട്ടിലേക്ക് വാങ്ങിക്കുന്നില്ല എന്നാണ് സത്യം. നമ്മളെ വീട്ടിലുള്ള നമ്മളെ ഈ RCMലുള്ള എല്ലാ വെൽനസ് പ്രൊഡക്റ്റുകളും, ഗാമ ഒറിജിനോൾ ആണെങ്കിലും നമ്മളെ വെജ് ഒമേഗ, ന്യൂട്രിചാർജ് വുമൺ, മാന്, കിഡ്, ഇതെല്ലാം കഴിച്ച് ഞങ്ങൾ ഇപ്പൊ നല്ല ആരോഗ്യത്തോടു കൂടി ഞങ്ങൾ ഇതിൽ ജീവിക്കുകയാണ് ചെയ്യുന്നത്. ഈ നന്മ ഞങ്ങൾ എല്ലാവരിലേക്കും ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഫാമിലിയിലൊക്കെ ഞങ്ങൾ കുറെ പ്രാവശ്യം പറഞ്ഞു, ഫാമിലിയിലൊക്കെ എല്ലാവരും ടീച്ചേഴ്സും ഒക്കെയാണ്, അവർക്കൊക്കെ ഇതിനെപ്പറ്റി പറയുമ്പോൾ അവർക്കൊക്കെ നെഗറ്റീവാണ്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇത്രയും ഈ ഒരു നല്ലൊരു ജോലി ഉണ്ടായിട്ടും ഇതൊക്കെ ഒഴിവാക്കി സാധനം വിറ്റ് ഇങ്ങനെ ആളുകളെ വീടുകളിൽ കൂടി നടക്കുന്നു എന്നുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക. പക്ഷെ അതിനൊന്നും ഗിരീഷ് സാർ അതൊന്നും കണക്കിലെടുക്കാതെ എല്ലാ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കി എടുത്ത് ഇപ്പം ഞങ്ങൾ നല്ല രീതിയിൽ ഇതിനെ സെയിലും ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ഹോം മീറ്റിംഗ് നടത്തുന്നുണ്ട്, അതേപോലെ ബോഡി സ്കാനിങ് ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാം നല്ല രീതിയിൽ ടീമിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഞങ്ങൾ ഈ വിജയത്തിന് പിന്നിൽ ഞങ്ങളെ കൂടെ വന്ന എല്ലാ അസോസിയേറ്റ് ബയേഴ്സിന്റെയും ആത്മാർത്ഥമായ സഹകരണവും കടപ്പാടും ഞാൻ ഈ അറിയിക്കുകയാണ്, സ്നേഹത്തോടെ അറിയിക്കുകയാണ്. എല്ലാവരോടും ഞങ്ങൾക്ക് നന്ദി അറിയിക്കുകയാണ്. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഗിരീഷ് സാറ് ബാക്കി കാര്യങ്ങളിലേക്ക് ഗിരീഷ് സാറ് പറയും. ഓക്കെ, താങ്ക് യു. ഗുഡ് ആഫ്റ്റർനൂൺ സർ. വെരി ഗുഡ് മാഡം, കൺഗ്രാറ്റ്സ്. താങ്ക് യു സർ. ഓക്കെ, നമ്മളുടെ RCMന്റെ ഒരു ചരിത്രം ശൈല മാഡം ഒരു അരമണിക്കൂർ കൊണ്ട് ഇവിടെ വിശദീകരിച്ചു. പക്ഷേ ഇതൊക്കെയാണെങ്കിലും RCM പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. കാരണം ഒരുപാട് പ്രതിസന്ധികൾ നമ്മൾ നേരിട്ട വ്യക്തി മാത്രമേ RCMൽ വിജയിക്കുള്ളൂ. ഇതിൽ വിജയിച്ച ഒരുപാട് ആൾക്കാർ അറിയാൻ പറ്റും. കാരണം ഫസ്റ്റ് തന്നെ നമുക്കൊരു പ്രതിസന്ധി വീട്ടിൽ നിന്നാ വരിക. എൻ്റെ ആദ്യ പ്രതിസന്ധി തുടങ്ങിയത് എൻ്റെ വൈഫിൽ നിന്നായിരുന്നു. കാരണം ആദ്യമൊന്നും
നേരത്തെ പറഞ്ഞല്ലോ, നല്ലൊരു ജോലി ഒഴിവാക്കി RCM വന്നു. ആ ജോലിയുടെ വരുമാനം പോയി, RCM വരുമാനം ഇല്ല. അങ്ങനെ ഘട്ടത്തിൽ എന്തായാലും വീട്ടിലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പ്രതിസന്ധി ഉറപ്പാണ്, നെഗറ്റീവ് ഉറപ്പാണ്. ആദ്യം തന്നെ വന്നത് വൈഫിൽ നിന്നായിരുന്നു. പിന്നെ നമ്മളെ ഈ ഒരു പ്രസ്ഥാനത്തെ പറ്റി ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയതാണ്, നല്ലതാണെന്ന് എല്ലാവരും പറയുമ്പം നമ്മളിത് കേട്ട് നമ്മളെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് ഓടുക. അടുത്ത പ്രതിസന്ധി സുഹൃത്തുക്കളായിരുന്നു. സുഹൃത്തുക്കൾ കണ്ടാൽ പിന്നെ ചിലപ്പോൾ അങ്ങ് തിരിഞ്ഞു പോയിക്കാളും, ഫോൺ വിളിച്ചാൽ എടുക്കൂല. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത് പിന്നെ പോകുന്നത് ഈ ബിസിനസ് ആയിട്ട് പറയാൻ പോവുക ബന്ധുക്കളുടെ അടുത്തേക്ക്, സുഹൃത്തുക്കളെ അല്ല കുടുംബക്കാരുടെ അടുത്തേക്ക്. കുടുംബക്കാര് മാക്സിമം നെഗറ്റീവ് ആക്കാൻ നോക്കും, എന്തൊക്കെ പറഞ്ഞ് നെഗറ്റീവ് ആക്കാൻ നോക്കും അതൊക്കെ പറയും. പിന്നെ നമ്മുടെ അയൽവാസികൾ, ഒരു മീറ്റിങ്ങിന് വിളിച്ചാൽ അയൽവാസികളെ ഭാഗത്തേക്കേ വരില്ല. ഇങ്ങനെ ഓരോ പ്രതിസന്ധി, ഇപ്പൊ പറഞ്ഞ ഓരോ പ്രതിസന്ധി, ആദ്യം വീട്ടിൽ നിന്നുള്ള പ്രതിസന്ധി, പിന്നെ നമ്മളെ സുഹൃത്തുക്കളുടെ പ്രതിസന്ധി, ബന്ധുക്കളുടെ പ്രതിസന്ധി, അയൽവാസികള്, സുഹൃത്തുക്കള്, ഈ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ RCMന്റെ ഓരോ സ്റ്റെപ്പുകൾ കടന്നു പോകാൻ പറ്റുള്ളൂ. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ മൂർത്തി സാറുടെ ആ മലപ്പുറത്തെ ആ മീറ്റിങ്ങിന്റെ കാര്യങ്ങൾ കേട്ടു. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു വർഷമായ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഒരു വർഷം വേണ്ട, ഒരു 4 മാസം ആകുമ്പോഴേക്ക് തന്നെ നെഗറ്റീവുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് ആ നെഗറ്റീവുകൾ നമ്മൾക്ക് എങ്ങനെ തരണം ചെയ്യാൻ പറ്റും, തരണം ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയാം. കാരണം ഒരു പ്രൊഡക്റ്റുമായിട്ടൊരു വീട്ടിൽ ചെന്ന് ഞാനൊക്കെ പോയ വീടുകളിൽ പിന്നെ ഗേറ്റ് വരെ തുറക്കാത്ത ആൾക്കാരുണ്ടായിരുന്നു. എത്രയോ വീടുകളിൽ ഒരു ദിവസം സ്റ്റാർട്ടിങ്ങിൽ 10 വീടുകളിൽ പോയിട്ട് 10 വീട്ടിൽ പോലും ഒരു രൂപേന്റെ ഷാമ്പു, ഒരു 10 രൂപേന്റെ സോപ്പ് പോലും വാങ്ങാത്ത വീടുണ്ട്. അപ്പോഴാണ് ഞാൻ ഇന്ന് നാരായണ സാറുടെ ഈ ക്ലാസ് കേൾക്കുക, 50,000 രൂപേന്റെ പ്രൊഡക്റ്റ് വിറ്റു, 50,000 രൂപേന്റെ പ്രൊഡക്റ്റ് വിറ്റു എന്നൊക്കെ ഒരു മാസത്തില്. അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടു, ഇത് എങ്ങനെയാ ചെയ്യുന്നത്. പക്ഷേ അന്നൊക്കെ നമ്മൾക്ക് ഈ പ്രൊഡക്റ്റിനെ പറ്റി വലിയ നോളേജ് ഇല്ല, ആൾക്കാരെ എങ്ങനെ നമ്മൾ സമീപിക്കണം എന്നറിയില്ലായിരുന്നു. പിന്നെ എങ്ങനെയാണ് ഈ മാർക്കറ്റിംഗ്, കാരണം ഞാൻ എഞ്ചിനീയർ ആയിരുന്നു. എഞ്ചിനീയർ സിമെന്റും കമ്പിയും കുഴച്ച് എങ്ങനെ കോൺക്രീറ്റ് ഉണ്ടാക്കാമെന്നും കമ്പി എങ്ങനെ ഫോം ചെയ്യാമെന്നും കാര്യങ്ങൾ വളരെ വിദഗ്ധമായി പഠിച്ചതുകൊണ്ട് അത് വളരെ കറക്റ്റായി ചെയ്യും. പക്ഷെ ഈ മാർക്കറ്റിംഗ് എന്ന് അറിയില്ലായിരുന്നു. അതുവരെ മാർക്കറ്റിങ്ങിലോ സെയിൽസിലോ ഒരു സാധനം പോലും വിൽക്കാൻ പോയിട്ടില്ല. അപ്പൊ നമ്മൾ അതിൽ ശിശുവായിരുന്നു. പക്ഷേ ആ ഒരു ശിശു ആയ സമയത്ത് എനിക്കത് അറിയില്ല എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. നമ്മളുടെ കഴിവുകേടുകളെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൽ വിജയിക്കും. ആ കഴിവുകേടുകളെ നമ്മൾ കഴിവുകളാക്കി മാറ്റിയെടുക്കുക. കഴിവുകളാക്കി മാറ്റിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് മെല്ലെ മെല്ലെ വിജയിക്കാൻ പറ്റും. ഇപ്പൊ നമ്മളെ ഇതിലിപ്പോ സഫയർ മൂർത്തി സാർ ആയാലും കേരളത്തിലെ ഏറ്റവും ടോപ്പ് അച്ചീവ്മെന്റ്, അദ്ദേഹം വന്നത് ബിഗിനർ ആയിട്ടാണ്. ബിഗിനർ എന്ന സ്റ്റെപ്പിലേക്ക് ആദ്യം കാലെടുത്ത് വെച്ചിട്ട് ഓരോരോ സ്റ്റെപ്പ് കയറിയാണ് അദ്ദേഹം സഫയർ എത്തിയത്. അതേമാതിരി ഞാനും അതേമാതിരി അന്നേ ചിന്തിച്ചു. പിന്നെ എനിക്ക് ഏറ്റവും ഇതിൽ വിജയിക്കാനുള്ള ഏറ്റവും ഒരു പ്രധാന കാരണം തന്നെ നമ്മളെ ലീഡേഴ്സിന്റെ ഡെഡിക്കേഷൻ. ഏതൊരു എന്റെ തൊട്ട മുകളിലുള്ള പിന്നെ എനിക്ക് ഈ ബിസിനസിന്റെ ബാലപാഠം പഠിപ്പിച്ചെന്ന പ്രദീപ് സാർ മുതൽ കേരളത്തിലെ എല്ലാ ലീഡേഴ്സും, മൂർത്തി സാറ്, ഗോകുമാർ സാർ വരെയുള്ള അവരുടെ ഈ ഒരു താല്പര്യവും ഒരു ആത്മാർത്ഥതയും അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. കാരണം നമ്മുടെ കുടുംബത്തിൽ വരെ, എന്താ കൂടപ്പറപ്പിൽ വരെ ഇല്ലാത്ത ഒരു ആത്മാർത്ഥത, ഒരു ബന്ധം. ഈ ഒരു ബന്ധം അവർക്ക് ഇത്രയും കുറേ. സുയിസാറൊക്കെ പറയുകയാണെങ്കിൽ 2005 കേരളത്തിൽ RCM വന്നു എന്ന് പറഞ്ഞ് ആ 2005 സുയിസാർ നടത്തുന്ന മീറ്റിങ്ങിന്റെ അതേ ഊർജത്തോടു കൂടിയാണ് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച മീറ്റിംഗ് നടത്തുന്നത്, ഇത്രയും വർഷമായിട്ട്. കാരണം അവർക്ക് ഇത് ഒരിക്കലും ഒരു മടിയോ ഒരു അലസതയോ ഒന്നും വരുന്നില്ല ഈ ബിസിനസ്സിൽ. അപ്പൊ ആ ഒരു ഡെഡിക്കേഷനാണ് സത്യം പറഞ്ഞാൽ എന്നെ പിടിച്ചു നിർത്താൻ കാരണം. പിന്നെ മറ്റൊരുപാട് കാരണങ്ങൾ, വേറെ ജോലിയില്ല, ജോലി ഒഴിവാക്കിയ സീമന് വേറെ ജോലിയില്ല. അങ്ങനെ ഓരോ സ്റ്റെപ്പ് നമ്മൾ കയറി വന്നിട്ടാണ് ഈ പ്ലാറ്റിന് എത്തിയത്. അപ്പൊ പ്ലാറ്റിന് എത്തുന്ന സമയത്ത് അതിൽ 5% വർക്കേ ഞാൻ ചെയ്യുന്നുള്ളൂ, ബാക്കി 95% നമ്മുടെ ടീമാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ടീമിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് ഡയറക്ടർമാർക്ക്. നമ്മളിപ്പോൾ പലപ്പോഴും പല ആൾക്കാരുടെ ഇതിനെപ്പറ്റി പറയുന്ന സമയത്ത് ആൾക്കാർ ഇപ്പോഴും നെറ്റി ചുളിക്കുക. കാരണം ഇത്രയും ഈ ഇന്ത്യ രാജ്യം ഡയറക്ടർ മാർക്കറ്റിങ്ങിൽ വിജയിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും കൂടിയിട്ട് ഇപ്പോഴും പല ആൾക്കാർ ഇത് പറയുമ്പം നെറ്റ് ചുളിക്കാൻ കാരണം നെറ്റ്വർക്ക് എന്ന് പറയുമ്പോഴേക്കും ആൾക്കാർ നെറ്റ് ചുളിക്കുക. കാരണം നെറ്റ്വർക്കിന്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ആ ബിസിനസിന്റെ പ്രത്യേകത മനസ്സിലാക്കാൻ ആൾക്കാർ ശ്രമിക്കാത്തതാണ്. ഒരു പക്ഷേ നമ്മളിത് പറയുന്ന ആൾക്കാർക്ക് ഒരു വരുമാനം ഉണ്ടാവില്ല, അല്ലെങ്കിൽ വേറെ ഒരു പ്രത്യേകിച്ച് ഒരു കഴിവൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നാലും അവരിന്നോ അത് മാത്രം ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. കാരണം എന്താ വെച്ചാല് എന്താ നെറ്റ്വർക്ക് എന്നവർക്ക് അറിയില്ല. നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിന്റെ പ്രത്യേകത, കാരണം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എനിക്കാണെങ്കിൽ വേൾഡിൽ വിജയിച്ചു വരുന്ന ഒരു പ്രസ്ഥാനമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും വളരെ ആവശ്യമുള്ളതാണ്. അത് നമ്മൾ ഗൂഗിളിലൊക്കെ അടിച്ചൊക്കെ മനസ്സിലാവും. ഇനി അങ്ങോട്ട് ബൂം ചെയ്യാൻ പോകുന്ന ബിസിനസ് ഡയറക്ട് മാർക്കറ്റിംഗ്. കാരണം ഒരു കാലഘട്ടത്തിൽ കാർഷിക വിപ്ലവമായിരുന്നു ഇന്ത്യയിൽ കാർഷിക വിപ്ലവം. അത് കഴിഞ്ഞു IT 1980 കാലഘട്ടങ്ങൾ IT വിപ്ലവങ്ങൾ. ഈ വിപ്ലവങ്ങളൊക്കെ കൂപ്പുകുത്തിയതിന് പ്രധാന കാരണം നമ്മൾ മലയാളികളും അതേമാതിരി നമ്മളുടെ ഈ എന്താ പറയാ കൃഷിനൊക്കെ നശിപ്പിച്ചത് നമ്മൾ തന്നെയാണ്, വേറെ ആരുമല്ല.
അതേമാതിരി ഈ IT മേഖല വന്ന് വളരെ വിശാലമായി അതിലെ പ്രശ്നങ്ങളൊക്കെ തുടങ്ങി അത് തളർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ പിന്നെ ഈ ഒരു ഡയറക്റ്റ് മാർക്കറ്റിംഗ്. അതിൽ നമ്മളെ കമ്പനി എന്നല്ല, നമ്മളെല്ലാവരും ശിശുക്കളാണ്. കാരണം ഇത് ഒരുപാട് വളരാൻ പോകുന്ന ഒരു പ്രസ്ഥാനമാണ്. അപ്പൊ നമ്മൾ അതിൽ കുറച്ച് ടീമിനുണ്ടായി കഴിഞ്ഞാൽ ആ ടീമുകൾ വളർന്ന് ആലിന്റെ വേര് പോലെ ലോകം മുഴുവൻ പടർന്നു പോകും. പക്ഷേ അപ്പൊ നമുക്കിത് പിടിച്ചാൽ കിട്ടില്ല. എവിടെയാണ് സംഗതി, എവിടെ എത്തി എന്നുള്ളതോ എത്ര ആൾക്കാർ നമ്മുടെ ടീമിൽ വന്നു എന്നുള്ളതൊന്നും ഒന്നും നോക്കാനാവില്ല. ഇപ്പൊ തന്നെ ഇപ്പൊ മൂർത്തി സാറും MS സാറൊക്കെ ടീമിൽ എത്ര ആൾക്കാരുണ്ടെന്ന് അവർക്ക് ആരൊക്കെ എവിടെയൊക്കെ ജോയിൻ ചെയ്യുന്നുണ്ടെന്ന് പറയാനും കൂടി പറ്റില്ല. കമ്പ്യൂട്ടർ ഉള്ളത് കൊണ്ട് ഒരു പക്ഷേ അതിന് കണക്കെടുക്കാൻ പറ്റിയിരിക്കും. പക്ഷെ എന്നാലും ആ കണക്കിൽ എത്ര ആളുണ്ടെന്നോ ഇവർ ആരൊക്കെയാണെന്നൊന്നും ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം ആ ഒരു ഡ്യൂപ്ലിക്കേഷൻ പവർ ഇത് പണ്ടേ ഉള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇത് പറഞ്ഞാലും ചില ആൾക്കാർക്ക് ഇതിനെപ്പറ്റി തീരെ മനസ്സിലാവില്ല. അവർ മെല്ലെ ഒഴിഞ്ഞു മാറിപ്പോയിക്കാളും. ഡയറക്ട് മാർക്കറ്റിന് പ്രത്യേകത ഒരുപാട് ഗുണങ്ങളുള്ള, നമ്മൾ വെറും വരുമാനം ഉണ്ടാക്കാൻ മാത്രമല്ല ഡയറക്ട് മാർക്കറ്റിംഗ് ചെയ്യുന്നത്. ഡയറക്ട് മാർക്കറ്റിംഗ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് കിട്ടും. അതിൽ പ്രധാനമായി ചില കാര്യങ്ങൾ ഞാൻ പറയാം. ഡയറക്ട് മാർക്കറ്റിംഗിന്റെ പ്രധാന ഗുണങ്ങളായിട്ട് ഏറ്റവും പ്രധാനമായി നമുക്ക് ഡയറക്ട് മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെന്റാണ്. ഇപ്പൊ മറ്റൊരു ജോലി വളരെ സമൂഹത്തിൽ വളരെ നോബിൾ ആയുള്ള പ്രൊഫഷൻ ആയിക്കോട്ടെ, എഞ്ചിനീയറിംഗ്, അതേമാതിരി ഡോക്ടേഴ്സ്, ഇവരൊക്കെ ചെയ്യുന്ന ജോലി തന്നെ അവർ ചെയ്യുന്ന ജോലിയിൽ മാത്രം അവർക്ക് തിളങ്ങാൻ പറ്റുള്ളൂ. ഒരു ഡോക്ടറെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ മാത്രമേ തിളങ്ങാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു ഡയറക്ട് മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരാൾക്ക് തന്നെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരായിട്ട് മാനേജ്മെന്റ് ബിസിനസ് ആയതുകൊണ്ട് പല തരത്തിലുള്ള ആൾക്കാരായിട്ടാണ് അവർ ബന്ധപ്പെടുക. ദേഷ്യം പിടിക്കുന്ന മനുഷ്യന്മാരുണ്ടാവും, വളരെ ശാന്തമായ ആൾക്കാരുണ്ടാവും, പിന്നെ അങ്ങനെ ഒരുപാട് ടൈപ്പ് ആൾക്കാർ. ഈ പല ടൈപ്പുള്ള ആൾക്കാരോട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മളെ പേഴ്സണൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഡെവലപ്മെന്റ് മെന്റലി വരെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. മറ്റൊന്ന് തന്നെ ഗുഡ് കമ്മ്യൂണിക്കേഷൻ. നമ്മളെല്ലാ ഈ പറഞ്ഞ മാതിരി പല ആൾക്കാരായിട്ട് ബന്ധപ്പെടുമ്പോൾ ഒരു കോൾ വന്നാണ്. അതേമാതിരി പേഴ്സണൽ ഹൈജീൻ ആയിരിക്കണം. നമ്മൾ മറ്റുള്ള പല ജോലികൾ ചെയ്യാൻ പോകുന്ന മാതിരിയല്ല ഡയറക്ട് മാർക്കറ്റിംഗ്. നമ്മൾ പിന്നെ ആ ഒരു നമ്മൾ ബിസിനസ്സായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് നമ്മൾ നല്ല ടിപ്പില് നല്ല വസ്ത്രം ധരിച്ച് നല്ല രീതിയിൽ മുടിയൊക്കെ ചെയ്യുക വെച്ചാൽ നല്ല പേഴ്സണൽ ഹൈജീൻ അതൊക്കെ ഓട്ടോമാറ്റിക് വരുന്ന. ഇതൊന്നും ഒരു ലീഡർമാർ പറഞ്ഞൊന്നുമല്ല, നമ്മൾ കാണുന്ന ആൾക്കാരെല്ലാം അത്തരത്തിലായിരിക്കും. അപ്പൊ അതേ രീതിയിലേക്ക് നമ്മൾ മാറും. ടൈ ഒക്കെ കെട്ടുന്നു, കോട്ട് ഉപയോഗിക്കുന്നു. ഇതൊക്കെ കോട്ട് ഉപയോഗിക്കാൻ ആരും പറയേണ്ട ആവശ്യമില്ല. അത് നമ്മൾ ആ പേഴ്സണൽ ഹൈജീൻ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇതൊന്നും ആരും നമ്മളെ പ്രസ് ചെയ്ത് ഇത് നിങ്ങൾ അങ്ങനെ ചെയ്യണം എങ്ങനെ ചെയ്യണമെന്ന് പറയേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് വരും. എന്നെ സംബന്ധിച്ച് ടൈ കെട്ടാൻ എനിക്ക് ഭയങ്കര മടിയാണ്. അപ്പൊ എന്റെ ടീമിലുള്ള അസോസിയേറ്റ്സ് ആയിട്ടുള്ള ആൾക്കാർ ടൈ കെട്ടാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞ ടൈ കെട്ടിയത്. അപ്പൊ അത് നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യും, ആരും പറയേണ്ട ആവശ്യമില്ല. അതേമാതിരി റിലേഷൻഷിപ്പ്, നമ്മളുടെ ടീമിൽ വരുന്ന ആൾക്കാർ തന്നെ നമ്മൾ അറിയാൻ കൂടിയില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ 23 ആൾക്കാർ കോഴിക്കോട് നമ്മളെ വണ്ടർവേൾഡ് കഴിഞ്ഞ ദിവസം അവിടെ നമ്മുടെ ടീമിന്റെ അച്ചീവ്മെന്റ് ഉണ്ടായ സമയത്ത് ആ സ്റ്റേജിൽ കയറിയ ഒരുപാട് ബിഗിനേഴ്സ് മാത്രമല്ല സ്റ്റാർട്ടർ ലെവലുള്ള ആൾക്കാർ വരെ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണ്. എവിടേക്കോ ഉള്ള ആൾക്കാർ, അവരൊക്കെയായിട്ട് നല്ല നല്ല ബന്ധങ്ങൾ. ആ ബന്ധം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഒരു കൂടപ്പിറപ്പിനേക്കാൾ വലിയ ബന്ധങ്ങൾ. കാരണം ഡെയിലി വിളിക്കുന്നു, അവരായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങൾ സംശയങ്ങൾ ചോദിക്കുന്നു. ഇങ്ങനെ നമുക്ക് റിലേഷൻഷിപ്പ് ഇപ്പൊ എന്റെ ടീം എനിക്കാണ് ഏകദേശം കേരളം മുഴുവൻ കയറി വന്ന ഒരു ജില്ലറ്റോ ഒഴിവാക്കാം, ബാക്കി എല്ലാ ജില്ലകളിലും നമ്മൾ ആൾക്കാരുണ്ട്. നമുക്ക് എന്തൊരാവശ്യം വന്നാൽ എവിടെ എത്തിപ്പോയാലും, പേഴ്സ് പോയാലും മൊബൈൽ ഫോൺ പോയാലും നമ്പർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും, യാതൊരു സംശയമില്ല. അപ്പൊ അങ്ങനെ ഒരുപാട് കഥകൾ. പിന്നെ അത് മാത്രമല്ല ഇംപ്രൂവ് പബ്ലിക് സ്പീക്ക് ആൻഡ് സ്കില്ല്, സ്റ്റേജ് ഫിയർ. ഞാനൊക്കെ എപ്പോഴും ചില സമയത്ത് ഒരു 100 ആളെ മുന്നിൽ വല്ല 50 ആളെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് ചെറിയൊരു ഭയം, എന്താണ് പറയേണ്ടതെന്നുള്ളൊരു ഒരു അങ്കലാപ്പ് മലയാളത്തിൽ പറഞ്ഞാല് അത് ഇപ്പോഴും ഉണ്ടാവാറുണ്ട്. പക്ഷെ എന്നാലും എത്രയോ പുരോഗമിച്ചു പോയി, ഒരുപാട് പുരോഗമിച്ചു. കാരണം നമ്മൾ സംസാരിക്കാനുള്ള വിഷയം ഇല്ലെങ്കിൽ കൂടി RCMനെ പറ്റി നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ RCM എന്ന് മാത്രമല്ല ഒരു 10 ആളെ മുന്നിൽ സംസാരിക്കാനുള്ള ആ സ്റ്റേജ് ഫിയർ മാറി. അതേമാതിരി സ്കില്ലുകൾ ഉണ്ടാക്കിയെടുക്കുക. അതേമാതിരി ഓവർകം ഓൾ നെഗറ്റീവ്സ്, അതാണ് ഏറ്റവും വലുത്. എവിടെ പോയാലും നെഗറ്റീവ്സ്, നോ 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 നെഗറ്റീവ്സ് മാത്രമാണ്. നെഗറ്റീവ് കേട്ട് നമുക്ക് അതിൽ തഴമ്പിച്ചു പോകും. ആ നെഗറ്റീവിൽ കൂടെ നമ്മൾ പോസിറ്റീവിലേക്ക് മാറി വരുന്ന ഒരു സ്ഥിതിയാണ് ഡയറക്ട് മാർക്കറ്റിംഗിലൂടെ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ. പിന്നെ ഒന്ന് നോളജ്, എല്ലാ ഭാഗത്തുമുള്ള നോളജ്. ഞാൻ നേരത്തെ പറഞ്ഞ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഡോക്ടർക്ക് അയാൾ ഹോസ്പിറ്റലും മരുന്നുകളും അസുഖം മാത്രമായിട്ടായിരിക്കും അദ്ദേഹത്തിന് നോളജ് ഉണ്ടാവുള്ളൂ. പിന്നെ അയാൾ വേറെ ബുക്കുകളൊക്കെ വായിക്കുന്ന ആളാണെങ്കിൽ മാത്രമേ നമുക്ക് പൊതുവായിട്ടുള്ള നോളജ് ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പലതരത്തിലുള്ള ഡോക്ടേഴ്സായിട്ട് ബന്ധം, എഞ്ചിനീയേഴ്സായിട്ട് ബന്ധം, ലോയേഴ്സായിട്ട് ബന്ധം, അതേമാതിരി പിന്നെ പലതരത്തിലുള്ള വളരെ പിന്നെ എന്താ പറയാ പിന്നെ ലോ ലെവലിലുള്ള ആൾക്കാരായിട്ട് ബന്ധം,
ഇവരൊക്കെ ആയിട്ട് ബന്ധപ്പെടുമ്പോൾ ഇവരുടെയൊക്കെ കഥകളും കാര്യങ്ങളും അറിയുന്ന സമയത്ത് നമുക്ക് നാനാ ഭാഗത്തു നിന്നുള്ളൊരു നോളേജ് ഡയറക്റ്റ് മാർക്കറ്റ് നമുക്ക് കിട്ടും. കൂടാതെ മണി മാനേജ്മെന്റ്, പണം കിട്ടുന്ന പണം എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യം. കാരണം നമ്മൾ വളരെ ചെറിയ 1000 രൂപ മുതൽ നമ്മളെ ആ പ്ലാൻ ബുക്കിൽ നമുക്ക് ആ ലാസ്റ്റിലുള്ള ചാർട്ട് കണ്ടാൽ മനസ്സിലാവും. 1000 രൂപ, 2000, 3000 ഇങ്ങനെ കയറി കയറി വളരെ ചെറിയ രീതിയിൽ ഒരു ലോട്ടറി അടിച്ച ആൾക്കാർക്ക് 10-50 ലക്ഷം ഒന്നിച്ച് കൈ കിട്ടുമ്പോൾ എന്ത് ചെയ്യണം, എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ ഇതുവരെ ലോട്ടറി കിട്ടിയ ആൾക്കാർ ആരും ജീവിതത്തിൽ വിജയിച്ചിട്ടുമില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ച് പണം മാനേജ് ചെയ്യാനുള്ള കറക്റ്റ് കഴിവുകൾ നമുക്ക് ഇതിൽ കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം വളരെ ചെറിയ രീതിയിലുള്ള പണം നമുക്ക് കയറി 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 സ്റ്റെപ്പായിട്ട് വരുന്ന സമയത്ത് അത് ശരിക്കും മാനേജ് ചെയ്യാനുള്ള കഴിവുണ്ട്. മണി മാനേജ്മെന്റ്, അതേമാതിരി ലീഡർഷിപ്പ് ക്വാളിറ്റി. നമ്മുടെ ടീമിലുള്ള ആൾക്കാരെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്ത് നമ്മളൊരു ലീഡർഷിപ്പിലേക്ക് എത്തും. കാരണം നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് തന്നെയായിരിക്കും ലീഡർ. നമ്മൾ എത്ര പറഞ്ഞാലും ഒരു പക്ഷെ അവർ ചെയ്തോളുന്നില്ല, പക്ഷെ നമ്മൾ എന്താണോ ചെയ്യുന്നത് അവരെ ഏറ്റെടുക്കും, യാതൊരു സംശയമില്ല. എപ്പോഴും ലീഡറുടെ കണ്ടിട്ടാണ് നമ്മുടെ ടീമുള്ള ആൾക്കാർ പഠിക്കുന്നത്. നമ്മൾ എങ്ങനെയാണോ ഇപ്പോൾ ടൈ കെട്ടാതൊക്കെ ഇപ്പോൾ പ്രോഗ്രാമിന് പോകുകയാണെങ്കിൽ നമ്മളെ ടീമുള്ള ആൾക്കാർ അങ്ങനെ തന്നെ വരുള്ളൂ. നമ്മൾ മീറ്റിങ്ങിന്റെ ടൈമിന് എത്തിയിട്ടില്ല, 10 മണിന്റെ മീറ്റിങ്ങിന് 11 മണിക്കാണ് എത്തുന്നത്. നമ്മൾ കൂടുതൽ ആൾക്കാർ 11 മണിക്ക് എത്തുള്ളൂ. അപ്പൊ ലീഡർ എപ്പോഴും ആ ഒരു ടീമിനെ ലീഡ് ചെയ്തുകൊണ്ട് പോകാനുള്ള ഒരു കഴിവ് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അതേമാതിരി ടൈം മാനേജ്മെന്റ്, നേരത്തെ പറഞ്ഞു പിന്നെ മീറ്റിങ്ങിന്റെ കാര്യം. മീറ്റിങ്ങിന് കറക്റ്റ് ടൈമിന് എത്തുക. മീറ്റിംഗ് എന്ന് മാത്രമല്ല എന്ത് കാര്യത്തിനും നമ്മൾ ടൈം 10 മണി എന്ന് പറഞ്ഞാൽ 10 മണി ആയിരിക്കണം. ആ 10 മണിക്ക് നമ്മൾ എത്തും. അതൊക്കെ നമ്മൾ ആരും പറയേണ്ട ആവശ്യമില്ല, നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ടീമുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്നതാണ്. പങ്ക്ച്വാലിറ്റി, അതേമാതിരി സോഷ്യൽ കമ്മിറ്റ്മെന്റ്. കാരണം നമ്മൾ ഇപ്പൊ എവിടെ പോയാലും നമ്മൾ ഒരു സിനിമയ്ക്ക് വരെ പോയാൽ ഒരു പക്ഷേ നമ്മളുടെ ടീമുള്ള ആൾക്കാർ ആ സിനിമ ഹാൾ ഉണ്ടാവും. ഞാനൊക്കെ സിനിമയ്ക്ക് പോയിട്ട് 3-4 വർഷം മുന്നേ ഇതിൽ പിന്നെ പോയിട്ടില്ല, കാരണം സമയം ഉണ്ടാവാറില്ല. അപ്പൊ എവിടെ പോയാൽ നമ്മളൊരു കല്യാണ വീട്ടിൽ പോയിക്കോട്ടെ, രാത്രി എവിടെ പോയാൽ നമ്മളറിയുന്ന ആൾക്കാർ അവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ സോഷ്യലായിട്ട് കമ്മിറ്റ്മെന്റ് ആയിട്ട് അല്ലാതെ മറ്റൊരു രീതിയിൽ എവിടെയും പോകാനും കളിക്കാനൊന്നും പറ്റൂല. കാരണം നമ്മളുടെ ഈ ഒരു സ്റ്റാറ്റസിന് ഒരുപാട് വിലയുണ്ട്. സ്റ്റാറ്റസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഭാവിയിലേക്ക് നമുക്കൊരു ഒരു ലീഡർഷിപ്പിൽ നിൽക്കാനോ ഒരാളോട് അതിനെപ്പറ്റി പിന്നെ ടീമിലെ ഒരാളോട് അയാളൊരു തെറ്റ് ചെയ്താൽ നമ്മൾ അയാളെ ശാസിക്കാനോ അല്ലെങ്കിൽ ഗുണദോഷിക്കാനോ നമുക്ക് കഴിയില്ല. കാരണം നമ്മൾ മറ്റു പല രീതിയിൽ ജീവിക്കുന്ന സമയത്ത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊക്കെ ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഡയറക്ടർമാർക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു ഗുണമാണ് നമ്മൾ ആദ്യമായിട്ട് ഡയറക്ടർ മാർക്കറ്റിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇനി ചിന്തിക്കേണ്ട കാര്യം തന്നെ ഡയറക്ടർ മാർക്കറ്റുകൾ ഒരുപാടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഗവൺമെന്റ് ലൈസൻസിൽ ഓടുന്ന ഒരുപാട് ഡയറക്ടർ മാർക്കറ്റുകൾ ഉണ്ട്. പക്ഷെ ഇതിൽ ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ള കാര്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഡയറക്ടർ മാർക്കറ്റിന്റെ പ്രത്യേകത ഒന്ന്, ഡയറക്ടർ മാർക്കറ്റ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ന് ബൂം ചെയ്യുന്ന ഇനി അങ്ങോട്ട് ബൂം ചെയ്യാനുള്ള ഏറ്റവും നല്ല ബിസിനസ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം ഈ കെമിക്കൽ വളങ്ങളൊക്കെ പിന്നെ അതിൻ്റെയൊക്കെ എന്താ പറയാ അതിന് വീട് കിട്ടുന്നില്ല, കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കെമിക്കൽ വളങ്ങളും കാര്യങ്ങളും. അതേമാതിരി പ്ലാസ്റ്റിക് കവറുകൾ. ഈ പ്ലാസ്റ്റിക് കവർ നിർമ്മാർജ്ജന സമയത്ത് നമ്മളൊരു പ്ലാസ്റ്റിക് കവറിന്റെ ഒരു ഫാക്ടറി തുടങ്ങി അങ്ങനെ ഉണ്ടാവും. അതേ രീതിയിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്ന പല ബിസിനസ്സും ഏറ്റെടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് ആ കാലഘട്ടം തന്നെ അത് മായ്ച്ചു കളയും. അതേസമയത്ത് ഈ അടുത്ത കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ബൂം ചെയ്യാൻ പോകുന്ന ഒരു ബിസിനസ്സാണ് ഡയറക്ട് മാർക്കറ്റിംഗ്. അത് ഏറ്റെടുത്ത ആൾക്കാർ വിജയിക്കും. അതിന് മനസ്സിലാക്കാൻ കഴിയണം. അതിൽ വിൽക്കുന്നത് എന്തോ ആയിക്കോട്ടെ, പിന്നെ ഉപ്പ് മല്ലി മുളക് എന്തോ ആയിക്കോട്ടെ, പക്ഷെ ഡയറക്ട് മാർക്കറ്റിംഗ് പൊതുവെ എല്ലാ രീതിയിലും വിജയിക്കാൻ പറ്റിയ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ പേഴ്സണൽ ഡെവലപ്മെന്റ് എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബിസിനസ്സാണ്. പക്ഷെ അതിൽ നമ്മൾ ഓരോ വ്യക്തികൾ വിജയിക്കണമെങ്കിൽ നമ്മൾ ഡയറക്ട് മാർക്കറ്റിംഗിൽ ഏതാണ് നല്ല കമ്പനി എന്ന് തിരഞ്ഞെടുക്കാനുള്ള കഴിവും കൂടി നമുക്ക് ഉണ്ടായിരിക്കണം. ഉദാഹരണം പറയുകയാണെങ്കിൽ 500ഓളം കമ്പനികൾ പിന്നെ ഇന്ന് ഇന്ത്യയിലുണ്ട്. ഗവൺമെന്റ് ലൈസൻസിൽ ഓടുന്ന ഒരുപാട് കമ്പനികളുണ്ട്. അതിൽ ഏറ്റവും നല്ല കമ്പനി തിരഞ്ഞെടുക്കാനുള്ള കാരണങ്ങൾ തിരഞ്ഞെടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ബിസിനസ് വിജയിക്കുള്ളൂ. അതല്ലെങ്കിൽ നമ്മുടെ പല ലീഡേഴ്സും പറയുന്നുണ്ട് 10-15 വർഷമായിട്ട് ഞാൻ ഇന്ന കമ്പനിയിലായിരുന്നു. അങ്ങനെ ആ കമ്പനിയിൽ നിന്ന് ഒന്നുമില്ലാതെ തിരിച്ചു വന്ന് ഒന്നുമില്ലാതെ മാത്രമല്ല ഒരുപാട് നഷ്ടങ്ങൾ വരുത്തി, സാമ്പത്തികമായിട്ടും സമയമായിട്ടും ഒരുപാട് നഷ്ടങ്ങൾ വരുത്തിയിട്ട് തിരിച്ചു പോന്നിട്ട് മറ്റുള്ള കമ്പനിയിൽ ജോയിൻ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ അത്രയും കാലത്തെ സമയം പോയി, സാമ്പത്തികവും പോയി, എല്ലാം പോയി, ആയുസ് വരെ പോയി. അപ്പൊ അതില്ലാതിരിക്കാൻ നമ്മൾ നല്ലൊരു ഡയറക്ടർ മാർക്കറ്റ് തിരഞ്ഞെടുക്കാൻ പറ്റണം. ആ ഡയറക്ടർ മാർക്കറ്റിന് ഒരുപാട് ക്വാളിറ്റി ഉണ്ടായിരിക്കണം. ആ ഡയറക്ടർ മാർക്കറ്റിന്റെ ഒരു പ്രധാനപ്പെട്ട കുറച്ച് ക്വാളിറ്റികൾ ഞാൻ സംസാരിക്കുകയാണ്. ഒന്ന്, നമ്മൾ ആ ഡയറക്ടർ മാർക്കറ്റിംഗ് വഴി വാങ്ങുന്ന പ്രൊഡക്റ്റിന്റെ വാല്യൂ നമ്മൾ മുടക്കുന്ന പൈസയേക്കാൾ വളരെ നല്ല പിന്നെ ക്വാളിറ്റി ആ പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഈസ് വാല്യൂ ദാൻ മണി.
ഉദാഹരണം പറയാൻ, നമ്മളൊരു പെണ്ണ്, 10 രൂപയുടെ പെണ്ണ്, ആർസിഎമ്മിന്റെ ഒരു പെണ്ണ്, ഞാൻ ആർസിഎമ്മിൽ വന്ന പെണ്ണ് വാങ്ങിയ മുതൽ പിന്നെ ഇന്ന് ഇതുവരെ വേറൊരു പെണ്ണ് ഉപയോഗിച്ചില്ല. 10 രൂപയ്ക്ക് ഈ പെണ്ണ് നമ്മൾ വാങ്ങി ഉപയോഗിച്ച് എത്രയോ കാലം നമുക്കിത് എഴുതാൻ പറ്റും. സാധാരണ ഒരു 10 രൂപയ്ക്ക് വാങ്ങുന്ന പെണ്ണ് 1-2 മാസം കൊണ്ട് തീരുകയാണെങ്കിൽ ഇത് ഒരുപാട് കാലം. ഈ പെണ്ണ് എന്നോട് വാങ്ങി ഉപയോഗിച്ച നമ്മളെ ഈ പെന്റോണിക് പെണ്ണ് എന്നോട് വാങ്ങിയ ആൾക്കാർ ആരും തിരിച്ചു തന്നില്ല, അത് ഏതാ പെണ്ണ് വെച്ചിട്ട്. അതേമാതിരി നമ്മളെ ആട്ടപ്പടി, ഒരുപാട് കാര്യങ്ങൾ, ആട്ടപ്പടി തരാൻ 102 രൂപയ്ക്കാണ് നമുക്ക് രജിസ്റ്റർ ചെയ്ത ആട്ടപ്പടി കിട്ടുന്നത്. ആ 102 രൂപയ്ക്ക് ആ ആട്ടപ്പടി ഇന്ന് ലോകത്ത് വേറെ കമ്പനിയിൽ നിന്ന് കിട്ടൂല. അതേമാതിരി നമ്മളെ റൈസ് ബ്രാൻ, ഏത് പ്രൊഡക്റ്റ് എടുത്താലും നമ്മളുടെ പ്രൊഡക്റ്റ് നമ്മൾ ആ മുടക്കുന്ന പൈസയേക്കാൾ ഗുണമുള്ള സാധനമാണ് നമുക്ക് കിട്ടുന്നത്. അത് ഒരു നല്ല ഡയറക്ട് മാർക്കറ്റിംഗ് കമ്പനീന്റെ ഏറ്റവും നല്ലൊരു സൂചനയാണ്. മറ്റൊന്ന് എനിക്കേണ്ട റീപർച്ചേസ് പ്രൊഡക്റ്റ്. ഇപ്പൊ പല മാർക്കറ്റിംഗ് കമ്പനികളിലും ഇലക്ട്രോണിക് സാധനങ്ങളും അങ്ങനെ പല സാധനം കൊടുക്കുന്നുണ്ട്. ഇലക്ട്രോണിക് സാധനം നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ടി വി വാങ്ങി നമ്മൾ അതിൽ ജോയിൻ ചെയ്ത് വീട്ടിൽ കൊണ്ടുവച്ചാൽ പിന്നെ നമുക്ക് ആ റീപർച്ചേസിങ്ങിൽ ഒരിക്കലും ടി വി വരുന്നില്ല. അതേ സ്ഥാനത്ത് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനൊക്കെയാണെങ്കിൽ ഇപ്പോൾ ആർസിഎമ്മിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ റീപർച്ചേസിന്റെ കാര്യം എല്ലാവർക്കും 4500ഓളം പ്രൊഡക്റ്റ് ഉണ്ട് ആർസിഎമ്മിൽ. ഇതൊക്കെ തന്നെയാണെങ്കിൽ നമ്മൾ ഒരു മാസം ഒരു പ്രൊഡക്റ്റ് വാങ്ങിയാൽ അടുത്ത മാസം നിർബന്ധമായിട്ട് അത് വാങ്ങണം. നമ്മളെ അടുക്കള പട്ടിണിയാവാതിരിക്കാനും നമ്മൾ പട്ടിണിയാവാതിരിക്കാനും ആ പ്രൊഡക്റ്റ് വാങ്ങിയേ പറ്റുള്ളൂ. അത് ഡയറക്റ്റ് മാർക്കറ്റിംഗ് നല്ല, അല്ലെങ്കിൽ പുറമേ നിന്ന് വാങ്ങണം. അപ്പൊ ആ സംഗതി ഡയറക്റ്റ് മാർക്കറ്റ് കൂടെ വാങ്ങുമ്പോൾ നമുക്കതിന് റീപർച്ചേസ് നല്ല രീതിയിൽ നടക്കും, യാതൊരു സംശയമില്ല. മറ്റൊന്ന് പ്രൊഡക്റ്റിന് ലഭ്യത. ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ പല ഡയറക്റ്റ് മാർക്കറ്റ് കണ്ടിട്ടുണ്ട്, ലീഡേഴ്സ് ചാക്കിൽ കെട്ടി സാധനം ഡൗൺലൈൻസിന് കൊണ്ടു കൊടുത്തേ വീട്ടിൽ. എത്രയോ കമ്പനികളുണ്ട്, നമ്മൾ കമ്പനീന്റെ പേര് ഇവിടെ പറയുന്നത് മോശമാണ്. ആ പല ആൾക്കാരും സാധനം അന്വേഷിക്കുന്ന സമയത്ത് ആ ലീഡർ കൊണ്ടുവരും, അടുത്ത ദിവസം കൊണ്ടുവരും. കാരണം ലീഡർക്ക് ഇത് ഇവിടുന്ന് ഒന്നിച്ച് ഒരു ബൾക്കിയായി കൊണ്ടുവന്നിട്ട് ഈ ലീഡറെ പണി ഇതാ, സാധനം കെട്ടി കൊണ്ടുപോയിട്ട് ഡൗൺലൈൻസിന്റെ വീട്ടിൽ കൊണ്ടു കൊടുക്കുക. നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആർസിഎമ്മിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 3 കിലോമീറ്റർ, 3 ഇപ്പൊ 2ലേക്ക് വന്നുകൊണ്ടിരിക്കുക, 2 കിലോമീറ്റർ ഒക്കെ ഇപ്പൊ ഷോപ്പുകൾ വന്നു. ആ ഒരു ദൂരപരിധിയിൽ നമുക്ക് എവിടെ പോയാലും കോഴിക്കോട് ജില്ലയിലൊക്കെ ഒരുപാട് 100-150ഓളം ഷോപ്പുകളുണ്ട്. പ്രൊഡക്റ്റിന് യാതൊരു ലഭ്യതയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. കാരണം ഓരോ 3 കിലോമീറ്ററിനുള്ളിൽ നമുക്ക് ഷോപ്പുകളുണ്ട്, പ്രൊഡക്റ്റ് പോയി വാങ്ങാൻ പറ്റുന്നുണ്ട്. മറ്റൊന്നാണ് പേ ഔട്ട്. കമ്പനീന്റെ കോർ വാല്യൂ, അത് പറയാൻ വിട്ടേ, കമ്പനി കോർ വാല്യൂ. കാരണം ചില കമ്പനികൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു രൂപത്തിലായിരിക്കും, ഇന്ന രീതിയിലാന്നൊക്കെ പറയും. പക്ഷെ അത് പിന്നെ കമ്പനി അത് നല്ല രീതിയിൽ മുന്നോട്ട് പോയില്ലേ കമ്പനി അപ്പം മാറ്റിക്കൊണ്ടിരിക്കും. അവരുടെ സിസ്റ്റങ്ങളും എല്ലാ കാര്യങ്ങളും മാറ്റി വേറെ രീതിയിലേക്ക് മാറ്റി. ഉദാഹരണം പറയാൻ, ആദ്യം പ്രൊഡക്റ്റിൽ കമ്പനി തുടങ്ങും, പിന്നെ കമ്പനി അത് പ്രൊഡക്റ്റ് അത് നല്ല രീതിയിൽ ചിലവായിട്ടില്ലെങ്കിൽ പിന്നെ അത് ഷെയറിലേക്ക് പോകും, ചിട്ടിയിലേക്ക് പോകും, പണത്തിന്റെ ഇടപാടിലേക്ക് പോകും. അങ്ങനെയൊക്കെ ഒരുപാട് കമ്പനി ഉണ്ട്. നമ്മളെ കമ്പനിയെ പറ്റി പറയുകയാണെങ്കിൽ 2000 ഓഗസ്റ്റ് തുടങ്ങിയിട്ട് ഇന്ന് ഇതുവരെ പ്രൊഡക്റ്റ് മാത്രമാണ് കമ്പനിയുടെ ഏറ്റവും വലിയൊരു വിതരണ ശൃംഖല. പ്രൊഡക്റ്റിൽ മാത്രം ഊന്നി നിൽക്കുന്നതാണ്. അപ്പോൾ അത് ആ കോർ വാല്യൂ. അതേമാതിരി എം ഡി ആരാണ്? എം ഡി ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അതേമാതിരി മെയിൻ ലീഡേഴ്സ്, നമ്മുടെ കോർ കമ്മിറ്റികളൊക്കെ 44 മെമ്പർമാർ, ഇതൊക്കെ സാധാരണ ലെവലിൽ നിന്ന് വന്ന് ഡെവലപ്പ് ചെയ്ത് വന്ന ആൾക്കാരെ ശാശ്വതമായ സുസ്ഥിരമായ ഒരു എം ഡിയും സുസ്ഥിരമായ കമ്പനിയും സുസ്ഥിരമായ ലീഡേഴ്സുമുള്ള ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ ആർസിഎം പ്രസ്ഥാനം. ഇത് മറ്റൊരു കമ്പനിക്കും നമുക്ക് കാണാൻ പറ്റില്ല. അതേമാതിരി പേ ഔട്ടിന്റെ കാര്യം വളരെ രസമാണ്. കാരണം പല കമ്പനികളിലും ചിലപ്പോൾ ചെക്ക് കൊടുക്കുന്ന സമയത്ത് പൂജ്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടൊക്കെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുത്തൊക്കെ നമ്മൾ പലതും കണ്ട ആൾക്കാരുണ്ട്. പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. കാരണം 10000 രൂപ ഉണ്ടെങ്കിൽ ഒരു പൂജ്യം കൂടി കൂട്ടി 1 ലക്ഷത്തിന്റെ ചെക്കാണ് ഈ മാസം കിട്ടിയെന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട്. ആ ചെക്ക് കിട്ടണമെങ്കിൽ തന്നെ ഒരു പക്ഷേ കമ്പനിയിൽ വിളിച്ച് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി 5-ാം തീയതി കിട്ടേണ്ടത് 15-ാം തീയതി, 20-ാം തീയതി, ഇപ്പൊ 30-ാം തീയതി ആവും, അടുത്ത മാസമാവും. ഇങ്ങനെയൊക്കെ മാറി പോകുന്ന പേ ഔട്ട് വളരെ കറക്റ്റ് അല്ലാതെ വരുന്ന ഒരുപാട് കമ്പനികളുണ്ട്. നമ്മളെ കമ്പനി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കറക്റ്റ് 7-ാം തീയതി, എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 7-ാം തീയതി ആകുമ്പോഴേക്ക് നമ്മൾ കഴിഞ്ഞ മാസം 6-ാം തീയതിക്കുള്ളിൽ നമ്മളെ ബാങ്കിലേക്ക് പണം വന്നിട്ടുണ്ട്. നമ്മളെ വരുമാനത്തെ പറ്റി ആരും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഉറങ്ങിക്കിടക്കുകയാണെങ്കിൽ ഒരു കറക്റ്റ് കമ്പനി വളരെ കറക്റ്റായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് അതിന് സ്റ്റാഫുകളും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് കമ്പനി ചെയ്യുന്നുണ്ട്. ഒരു 5 രൂപ വരെ നമുക്ക് കിട്ടാതെ ആയി പോകുന്നില്ല. നമ്മളറിയാത്ത പൈസ വരെ കമ്പനി നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്കൊരു 6000 രൂപേന്റെ പ്രൊഡക്റ്റ് ഞാൻ അറിഞ്ഞിട്ട് കൂടിയില്ല, അത് ഓഫർ അല്ല, ഓവറോൾ ചെയ്ത ഓഫർ നോട്ടീസ് ചാർജ് ചെയ്തിട്ടുള്ള ഒരു പ്രത്യേക ഓഫർ എന്ന് പറഞ്ഞ 6000 രൂപേന്റെ പ്രൊഡക്റ്റ് എനിക്ക് ഒരു പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. ഒരു 2-3 വർഷം മുന്നേ അത് സ്വിസ്സാറോട് ചോദിച്ചപ്പോൾ സ്വിസ്സാർക്ക് അറിയില്ല അങ്ങനെ ഒരു ഓഫർ ഉള്ളത്. സ്വിസ്സാർ മൂർത്തിസാറോട് ചോദിച്ചാൽ മൂർത്തിസാർക്കും അങ്ങനെ അറിയില്ല. മൂർത്തിസാറാണ് കമ്പനി വിളിച്ച് അന്വേഷിച്ചത്. അപ്പൊ അങ്ങനെ കുറച്ച് ആൾക്കാർ കൊടുത്തിട്ടുണ്ട്. ആ ഒരു പ്രൊഡക്റ്റിന്റെ ഓഫർ എനിക്കും കിട്ടിയിട്ടുണ്ട്, 6000 രൂപേന്റെ പ്രൊഡക്റ്റ്. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ അറിയാത്ത കാര്യങ്ങൾ വരെ കമ്പനി ഒരു രൂപ പോലും നമ്മളെ അക്കൗണ്ടിലേക്ക് വരാനുള്ളത് കമ്പനി തടഞ്ഞേക്കുന്ന പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. അത് മറ്റേ ടീമിന്റെ ഒരു സ്ട്രെങ്ത്.
ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോ കാര്യമായിട്ട് ഈ ഇതിന് നെറ്റ്വർക്കിനെ പറ്റി ചെയ്യാനോ അല്ലാതല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ ഫോണിൽ സൂം മീറ്റിംഗ് കാണാനോ സൂം മീറ്റിംഗ് കളിക്കാൻ ഇതൊന്നും അറിവില്ലെങ്കിലും നമ്മളിത് പഠിപ്പിക്കാൻ പറ്റിയ ഒരുപാട് ലീഡേഴ്സും നമ്മളെ ഡൗൺലൈൻസും ഉണ്ടാവും. അപ്പൊ നമ്മൾക്ക് ഒരു പക്ഷേ ലിറ്ററസി അല്ലെങ്കിൽ വിദ്യാഭ്യാസം വളരെ കുറവാണെങ്കിലും നമ്മളെ ടീമിൽ വരുന്ന ലീഡേഴ്സ് ആയിക്കോട്ടെ ഡൗൺലൈൻസ് ആയിക്കോട്ടെ അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അവരുടെ സപ്പോർട്ടോട് കൂടി വിജയിച്ചു പോകാനുള്ള കഴിവുള്ള ഒരു ടീമിനെ കൊണ്ടു നടക്കുന്ന ഒരു കമ്പനിയാണ് നമ്മളെ ആർസിഎമ്മിന്റെ ഈ ഒരു ആർസിഎം എന്ന പ്രസ്ഥാനം. അവിടെ ടീമിന്റെ സ്ട്രെങ്തോട് കൂടിയിട്ട് ഇപ്പൊ പല ആൾക്കാരും പറയണ്ട എന്റെ ടീമിൽ ഇന്ന ആൾക്കാർ വന്നതിന് ശേഷമാണ് ടീമിൽ സ്ട്രെങ്ത് കൂടി പല ആൾക്കാരും പറയുന്നുണ്ട്. മറ്റു പല നെറ്റ്വർക്കിലും സെയിൽസിൽ പ്രാധാന്യം കൊടുക്കുന്നതിനെ കൊണ്ട് നമ്മൾ തന്നെ ചെയ്യണം. നമ്മൾ ചെയ്താൽ മാത്രമേ വിജയിക്കുള്ളൂ, അല്ലാണ്ട് ടീം ചെയ്താൽ വിജയിക്കില്ല. അങ്ങനെ പല കമ്പനി ഉണ്ട്, പല സിസ്റ്റം വരുന്ന കമ്പനി ഉണ്ട്. അതേമാതിരി എഡ്യൂക്കേഷൻ സിസ്റ്റം പഠിപ്പിക്കാനുള്ളൊരു കഴിവ് നമ്മളെ ഇതിനൊക്കെയാണ് UES പ്രോഗ്രാം ഒക്കെ അല്ലേ സിസ്റ്റം അല്ലേ കമ്പനീന്റെ യുണീക്ക് എഡ്യൂക്കേഷൻ സിസ്റ്റം. അത് മാത്രമല്ല നമ്മുടെ ടീമിലെ ലീഡേഴ്സിന്റെ കൊറോണ വന്ന സമയം മുതൽ തുടങ്ങിയ നമ്മളുടെ ഈ ഒരു എന്താ പറയാ സൂം പ്ലാറ്റ്ഫോം രാവിലെ 11 മണിക്ക് വൈകിട്ട് 6:15 രാത്രി 8:45 അല്ലെങ്കിൽ 9 മണിക്ക് ഇത് വളരെ കണ്ടിന്യൂസ് ആയിട്ട് കറക്റ്റ് അതിലേക്ക് വേണ്ട ആൾക്കാരെയൊക്കെ അറേഞ്ച് ചെയ്ത് ടീമിന്റെ ലീഡേഴ്സ് നമ്മളവിടെ കയറിയിരിക്കുന്നുള്ളൂ. പക്ഷേ ഇത് അറേഞ്ച് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെന്നുള്ള കാര്യം കഴിഞ്ഞ പ്രാവശ്യം സാർ എന്നെ വിളിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം പല സമയത്ത് സാർ എന്നെ വിളിച്ചോണ്ടെന്ന് എനിക്ക് ആ പ്രോഗ്രാമിൽ ആ ദിവസം കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല, എൻ്റെ പേഴ്സണൽ ഒരുപാട് പ്രശ്നം ഉണ്ടായതുകൊണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ അതേമാതിരി രാവിലെ ഞങ്ങൾ ഇതേമാതിരി ഒരു കുറെ ദിവസം 1250 ദിവസത്തോളായി 2020 ഓഗസ്റ്റ് ഒക്ടോബർ തുടങ്ങിയ സൂം പ്ലാറ്റ്ഫോം 6 മുതൽ 6:40 വരെയുള്ള സൂം പ്ലാറ്റ്ഫോമിൽ ഡെയിലി മുടങ്ങാതെ വളരെ വിരലെണ്ണാൻ സമയത്ത് മാത്രം മുടങ്ങി പോയിട്ടുള്ളൂ. ബാക്കി എല്ലാ ദിവസവും ഇതിന്റെ പ്രൊഡക്റ്റിനെ പറ്റി പഠിപ്പിക്കാനൊക്കെ ഉള്ള ക്ലാസ്സുകൾ നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ലീഡേഴ്സിന് അതിന്റെ ബുദ്ധിമുട്ടറിയാം, ആൾക്കാരെ സംഘടിപ്പിക്കാനൊക്കെ ഉള്ള കാര്യങ്ങൾ സൂമിന്റെ പുതിയ പ്ലാറ്റ്ഫോം റെഡിയാക്കാനൊക്കെ. എന്നിരുന്നാലും ഇത് ടീമിലേക്ക് പഠിപ്പിക്കാനുള്ള ഒരു സൂം പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ, അതേമാതിരി നമ്മളെ ഫിസിക്കൽ മീറ്റിംഗ് ആയിക്കോട്ടെ, അതേമാതിരി ഓൾ കേരള ലെവലുള്ള മീറ്റിംഗ് ആയിക്കോട്ടെ, ഇതൊക്കെ സംഘടിപ്പിക്കാൻ ലീഡേഴ്സിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മൾ അറ്റൻഡ് ചെയ്ത് നമ്മൾക്ക് ഇതിന്റെ കാര്യങ്ങൾ വളരെ വ്യക്തമായി കാലാകാലത്തേക്ക് പഠിച്ചെടുക്കാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു പ്രത്യേകത നമ്മൾ ഈ ഒരു കമ്പനി കാണുന്നുണ്ട്, ആർസിഎം എന്നുള്ള കമ്പനിയിൽ. അതേമാതിരി കമ്പനിയുടെ പ്രൊഫൈല് കറക്റ്റ് നമുക്ക് പറയാം. കമ്പനി പ്രൊഫൈല് 2000 ഓഗസ്റ്റ് 1 തുടങ്ങി 2024 ഇന്ന് ഏകദേശം ഫെബ്രുവരി 19 വരെ വന്ന് നിൽക്കുന്ന സമയത്ത് കമ്പനിയിലുണ്ടായ വളർച്ച ഓരോ സ്റ്റെപ്പായിട്ട് എല്ലാം ഒന്നിൽ തുടങ്ങി, ഒരു പ്രൊഡക്റ്റിൽ തുടങ്ങി, ഒരു ഷോപ്പിൽ തുടങ്ങി, ഒരു ഫാക്ടറി തുടങ്ങി, ഒരു ഡിപ്പോയിൽ തുടങ്ങി, ഒരു വ്യക്തിയിൽ തുടങ്ങി, ഇതെല്ലാം തുടങ്ങി ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എല്ലാവർക്കും അറിയാം. ഇപ്പൊ പ്രൊഫൈൽ എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ അതിന്റെ ഒരു വളർച്ച എന്നാൽ വളരെ അത്ഭുതകരമായ വളർച്ച മറ്റൊരു കമ്പനിക്ക് ആവശ്യപ്പെടാൻ പറ്റി. ഞാൻ ഈ പറഞ്ഞ ഒരു 5-8 പ്രധാന പോയിന്റുകൾ ഇന്ന് ഇന്ത്യയിൽ മറ്റൊരു കമ്പനിക്ക് അവകാശപ്പെടാനില്ല എന്ന് മാത്രമല്ല, നമ്മളെ കമ്പനിക്ക് അതിൽ 100% അല്ല കാണുന്ന 200% വളരെ കറക്റ്റ് ആയിട്ടുള്ള കമ്പനിയാണ് ആർസിഎം. അപ്പൊ ഇത്തരത്തിലുള്ളൊരു കമ്പനിയിൽ നമ്മൾ നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ വിജയിച്ചു പോകുന്നത്, അല്ല നമ്മളെ കഴിവല്ല. കമ്പനിയുടെ ഗുണം. ഒരു പ്രൊഡക്റ്റിനെ പറ്റി ഒരു വീട്ടിലൊരാൾക്ക് ഇപ്പൊ കൊടുത്തു കഴിഞ്ഞാൽ ആ വീട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീരാൻ നേരത്ത് നമ്മളെ വിളിക്കുന്നത് നിർബന്ധമാണ്, യാതൊരു സംശയമില്ല. നമ്മളെ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വേറെ ആരെ കൊണ്ട് ആ പ്രൊഡക്റ്റ് അധികം വാങ്ങിപ്പിക്കാൻ ഷോപ്പിൽ പോയി വാങ്ങും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു ഡൗൺലൈൻ ആയിട്ട് ഒരു വീട്ടിൽ രാത്രി ഒരു 7 മണിക്ക് വരും. ഇച്ചിരി ഉദാഹരണം പറഞ്ഞുതരാം. ഒരു വീട്ടിൽ പോയ സമയത്ത് അവിടെ അദ്ദേഹം ആദ്യം കയറിയ സമയത്ത് അദ്ദേഹത്തിന് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം ഡയറക്റ്റ് മാർക്കറ്റിംഗ് കേട്ടപ്പോൾ വലിയ താല്പര്യമൊന്നുമില്ല. എന്നാൽ ഞങ്ങൾ കയറി നമ്മളേതായ ശൈലിയിൽ ചിരിച്ചു കളിച്ച് മെല്ലെ കയറി ഇരുന്ന് സിറ്റ് ഔട്ടിൽ കയറി ഇരുന്ന് കാര്യങ്ങളൊക്കെ മെല്ലെ സംസാരിച്ച സമയത്ത് അദ്ദേഹം മറ്റൊരു ഡയറക്റ്റ് മാർക്കറ്റിംഗ് കമ്പനിയുടെ ടൂത്ത് പേസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. അതിനെപ്പറ്റി അദ്ദേഹം നമ്മളിത് പറയാൻ തീരെ കേൾക്കാൻ തന്നെ താല്പര്യമില്ല, സമയമില്ല. അതിനെപ്പറ്റി അതിന്റെ ഒരു പേരെടുത്ത് പറഞ്ഞ സമയത്ത് അതിനെപ്പറ്റി ആൾ വല്ലാതെ വാദവരാതെ സംസാരിച്ചു. അപ്പൊ ഞാൻ മറ്റേ കൂടുതൽ ആളും അല്ലെ പറഞ്ഞു അദ്ദേഹം പറയട്ടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് വളരെ ആശ്വാസത്തിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, സാറ് ഉപയോഗിക്കുന്ന പേസ്റ്റിന്റെ കവറോ പേസ്റ്റോ എന്തെന്ന് കാണിച്ചു വെച്ചു. അപ്പൊ അയാൾ പറഞ്ഞു റെഡി തന്നെ. അയാളെ വൈഫിനെ വിളിച്ചു കവർ എടുത്തുണ്ടോ എന്ന് നോക്കുന്ന സമയത്ത് ആ പ്രൊഡക്റ്റിന്റെ 100 ഗ്രാം ഉള്ള ഒരു പേസ്റ്റ് ആണ്. അതിന്റെ കവറിൽ നോക്കുന്ന സമയത്ത് 180 രൂപയാണ് വില. 100 ഗ്രാം പേസ്റ്റിന് 180 രൂപ വില. അത് ഞാൻ നോക്കിയ സമയത്ത് അതിന്റെ മുകളിൽ കറക്റ്റ് 2 സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഫ്ലൂറൈഡുള്ള പേസ്റ്റ് ആണെന്നുള്ളത്. അപ്പൊ അയാൾ വളരെ അത് തേച്ചമയത്തേക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടായ കഥകളൊക്കെ ആദ്യം സെൻസോഡൈലായി ഉപയോഗിക്കാറ്, അഭിനന്ദാണ് ഉപയോഗിക്കുന്ന പറഞ്ഞ് വളരെ പറഞ്ഞ മെത്ത് ഞാൻ നമ്മളുടെ ബാഗിൽ നിന്ന് നമ്മളുടെ ഓൾറൗണ്ടർ പേസ്റ്റ് എടുത്ത് ആളെ കാണിച്ചു. ഇത് നിങ്ങൾ പറഞ്ഞ ഏകദേശം ക്വാളിറ്റി ഉള്ള പേസ്റ്റ് ആണ്.
ഇതിൽ ഫ്ലൂറൈഡ് ഇല്ല എന്ന് 2 സ്ഥലത്ത് എഴുതി വെച്ചിട്ട് നിങ്ങൾ കാണിച്ചു തരാറുണ്ട്. അപ്പൊ അതുവരെ ശ്രദ്ധിക്കാതിരുന്ന ആൾ അന്നേരമാണ് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്, ഫ്ലൂറൈഡ് ഇല്ലാന്ന് കാണിച്ചെടുത്തു. അപ്പൊ ഇതിന്റെ MRP ചോദിച്ച സമയത്ത് 65 രൂപ എന്ന് പറഞ്ഞ സമയത്ത് സത്യം പറഞ്ഞ അയാൾ പിന്നെ ഒരു അക്ഷരാൾ മിണ്ടിയില്ല, ഒരക്ഷരാൾ പിന്നെ കൂടെ പറഞ്ഞില്ല. അയാൾ അത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ തെറ്റായി പോയെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം എന്താ ചെയ്തെന്ന് വെച്ചാൽ 2 ടൂത്ത് പേസ്റ്റ്, നമ്മളെ കേവികോ ഓൾറൗണ്ടർ ടൂത്ത് പേസ്റ്റ് 2 എണ്ണം വാങ്ങി വെച്ചു ഞങ്ങൾ പോരുന്ന സമയത്ത്. ബാക്കി പ്രൊഡക്റ്റുകൾ ഓരോന്നോരോന്ന് വാങ്ങിക്കൊള്ളാന്ന് പറഞ്ഞു. ഇതാണ് നമ്മളുടെ പ്രൊഡക്റ്റിന്റെ അല്ലെങ്കിൽ RCM എന്ന കമ്പനിയുടെ പ്രൊഡക്റ്റിന്റെ പ്രത്യേകത. ഇത് മനസ്സിലാക്കുന്ന ആൾക്കാര്, പുറമെ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരുപക്ഷെ ഇത് മനസ്സിലാവില്ല. ഈ മീറ്റിംഗും കാര്യങ്ങളും വന്നപ്പോൾ ആദ്യമായി വരുന്ന ഒരാളോട് ഇതിനെപ്പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലാവില്ല. കാരണം ഡയറക്റ്റ് മാർക്കറ്റിങ്ങിന്റെ പല തട്ടിപ്പുകളും അതേമാതിരി അങ്ങനത്തെ വലിയ വലിയ വില കൂടിയ പ്രൊഡക്റ്റുള്ള കമ്പനീന്റെ പല കാര്യങ്ങളാണ് മനസ്സിലേക്ക് ഓർമ്മ വരിക. അപ്പൊ നമ്മൾ ഇതിൽ ഇറങ്ങിക്കഴിയുന്ന ആൾക്കാർക്ക് മാത്രമേ ഈ പ്രൊഡക്റ്റിന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വരുന്ന ഒരു കമ്പനി അതുകൊണ്ടാണ് മീറ്റിംഗിന്റെ കാര്യം പറയുന്നത്. മീറ്റിംഗിന്റെ കാര്യം പറയുമ്പോൾ പല ആൾക്കാരും എന്നോട് ചോദിക്കുന്നുണ്ട്, എന്റെ ടീമിലുള്ള ആൾക്കാർ, പല ടീമിലുള്ള ആൾക്കാർ ചോദിക്കും, ഇന്ന ആളുടെ മീറ്റിംഗ് നമ്മൾ കേട്ടതല്ലേ, കുറെ കേട്ടതല്ലേ. പക്ഷെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കൊറോണ കാലത്ത് തുടങ്ങിയ സൂം മീറ്റിംഗ് ആണ് എന്നെ ഈ ബിസിനസ്സിൽ പിടിച്ചു നിർത്താനുണ്ടായ മറ്റൊരു കാരണം. ആദ്യമായിട്ട് ഞാൻ കൊറോണ കാലത്ത് കേട്ട ഒരു മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയമണ്ട് സുരേന്ദ്ര സാറിന്റെ മീറ്റിംഗ് ആണ്. അത് മൂർത്തി സാറ് തർജ്ജമ ചെയ്യുന്ന മീറ്റിംഗ്. ആ മീറ്റിംഗിൽ അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് എനിക്ക് ഇപ്പോഴും അറിയാം. ഏകദേശം 2020 മുന്നേ ആണോ സംശയമുണ്ട്, കൊറോണ തുടങ്ങിയ സമയത്ത് അദ്ദേഹം പറഞ്ഞ, നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് വെച്ച കാല് യാതൊരു കാരണവശാലും പുറകോട്ട് വെക്കരുത് ഡയറക്റ്റ് മാർക്കറ്റിംഗിൽ. കാരണം ഡയറക്റ്റ് മാർക്കറ്റിംഗിൽ നമ്മൾ കാല് ഒരിക്കൽ പുറകോട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൂടെ അഥവാ അസോസിയേറ്റ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ ഒരടി പുറകോട്ട് വെക്കുമ്പോൾ നമ്മളെ കൂടെ വെച്ച ആൾക്കാർ 10 അടി പുറകോട്ട് വെക്കും, യാതൊരു സംശയമില്ല. അപ്പോൾ നമ്മൾ ഒരടി പുറകോട്ട് വെച്ചാൽ അവർ 10 അടി വെച്ചാൽ നമ്മളൊരു 10 അടി വെക്കുമ്പോൾ 100 അടി അവർ പുറകോട്ട് പോയിണ്ടാവും. തിരിച്ച് മുന്നോട്ട് വരാൻ ഭയങ്കര പ്രയാസമാണ്. ഇതൊക്കെ അറിയാതെ പുറകോട്ട് വെക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. അപ്പോൾ ആ ഒരു രീതി അദ്ദേഹം പറഞ്ഞുകൊണ്ട് പ്രതിസന്ധി പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പ്രതിസന്ധിയുടെ കാര്യം, ഒരുപാട് പ്രതിസന്ധികൾ എന്നെ സംബന്ധിച്ച്, കാരണം നമുക്ക് അറിയാത്തൊരു ഫീൽഡാണ്, എങ്ങനെ ഇത് ഡെവലപ്പ് ചെയ്യണമെന്ന് അറിയില്ല. അപ്പൊ ടീമും കാര്യങ്ങളൊക്കെ ആയാലും എന്ത് വന്നാലും പല പല പ്രശ്നങ്ങളും ഡയറക്റ്റ് മാർക്കറ്റിൽ ഉണ്ടാവും. എന്നെ സംബന്ധിച്ച് പറയാൻ, ഞാനൊക്കെ ഒരു 4 പ്രാവശ്യം, മിനിമം ഒരു 4 പ്രാവശ്യമെങ്കിലും ഈ ബിസിനസ് വിട്ടുപോകാൻ തയ്യാറായ ഒരു വ്യക്തിയാണ്. പല കാര്യങ്ങൾ കൊണ്ട്. നമ്മുടെ എന്താ പറയാ, ഇത് മാനേജ്മെന്റ് ബിസിനസ്സാന്ന് പറഞ്ഞു. പല കാര്യങ്ങളും നമുക്ക് അതിൽ കൂടെ നമുക്ക് താല്പര്യമില്ലാത്ത പല സംഗതികളും നടന്നിട്ട് പോലും വിട്ടുപോകാതിരിക്കാൻ കാരണം ഇത്തരത്തിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ ലീഡേഴ്സിന്റെ ഡെഡിക്കേഷൻ. സുരേന്ദ്ര സാർ പറഞ്ഞ കാര്യം, അതേമാതിരി മൂർത്തി സാർ ആയിക്കോട്ടെ. മൂർത്തി സാർ ഇപ്പൊ പറഞ്ഞിട്ട് അരമണിക്കൂറായിട്ടുള്ളൂ വിട്ടുപോകുന്ന കാര്യങ്ങൾ. അപ്പൊ വിട്ടുപോയി കഴിഞ്ഞാലുള്ള ഗുണം, തിരിച്ചു വരാൻ പറ്റാത്ത ഒരു ജോലിയാണെങ്കിൽ, ഇപ്പൊ ഞാൻ ഒരുപാട് കേരളത്തിൽ ഒരുപാട് കമ്പനിയിൽ ജോലി എടുത്തിട്ടുണ്ട്. ഈ എന്താ പറയാ, ബിൽഡേഴ്സിൽ. ആ ബിൽഡേഴ്സിൽ ഒരു ബിൽഡേഴ്സിന് ജോലി നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ അടുത്ത ബയോഡേറ്റ നമ്മൾ ഓൺലൈൻ വഴിയോ അതല്ലെങ്കിൽ നേരിട്ടോ കൊടുത്താൽ ഒരു 5 കമ്പനി കൊടുത്താൽ മിനിമം ഒരു 4 കമ്പനി വിളിക്കും. കാരണം നമ്മുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും നോക്കിയാൽ 4 കമ്പനി ഉടനെ വിളിക്കും. നിലവിൽ ചെയ്ത കമ്പനീന്റെ വരുമാനത്തെക്കാൾ, ശമ്പളത്തെക്കാൾ കൂടുതൽ അവിടുന്ന് പാക്കേജ് ചോദിച്ചു വാങ്ങാൻ പറ്റും. ഞാൻ ഈ കമ്പനി 20,000 ആണ് ചെയ്തത്, എനിക്ക് 25,000 തന്നാലേ ഞാൻ വരുള്ളൂ. കാരണം നമ്മളെ എക്സ്പീരിയൻസ് വെച്ചാൽ അവർ അത് തരും. പക്ഷെ ഡയറക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നതിനാൽ നമ്മൾ ഒരടി പുറകോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് മുന്നോട്ട് പോകാൻ ലേശം പ്രയാസം. അത് പുറകോട്ട് പോയാൽ പുറകോട്ട് തന്നെ, ഒരടി നമ്മൾ പോയാൽ ടീമൊക്കെ പോയിണ്ടാവും. കാരണം നമ്മൾ നിർത്തി കഴിഞ്ഞാൽ ടീം ഒരുപക്ഷെ മറ്റു ടീമിലേക്കൊക്കെ പോകും. അപ്പൊ എപ്പോഴും നമ്മൾ ടീമിനെ കൊണ്ട് നടക്കുന്ന രീതി, അത് നമ്മൾ എന്താ പറയാ, ഇപ്പൊ അതിന് വിദ്യാഭ്യാസമല്ല അതിന് ഗുണങ്ങൾ, അതിന്റെ മാനദണ്ഡം ഒരിക്കലും വിദ്യാഭ്യാസമല്ല. ടീമിനെ കൊണ്ടെടുക്കാൻ നമ്മൾ അതൊരു പ്രത്യേക കഴിവ് തന്നെയാണ്. അത് നേരത്തെ അതിന്റെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അവിടെ ലീഡേഴ്സായിട്ടുള്ള ബന്ധങ്ങൾ, ഇതൊക്കെ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പുറകോട്ട് ഒരിക്കലും പോകാൻ പാടില്ല. പുറകോട്ട് പോയാൽ തിരിച്ചു വരാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ടീമിൽ കൂടിയാണ് നമ്മൾ വിജയിക്കുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞത്, ഞങ്ങൾ കഴിഞ്ഞ പല മീറ്റിങ്ങിനും പറഞ്ഞതാണെങ്കിൽ കൂടിയിട്ടും കഴിഞ്ഞ ജൂൺ 10-ാം തീയതി, ഈ 2023 ജൂൺ 10-ാം തീയതി ഗോപകുമാർ സാറിന്റെ കോഴിക്കോട്ടെ മീറ്റിംഗ് ഞാനും വൈഫ് കൂടി രാവിലെ പോകുന്ന സമയത്ത് ചെറിയൊരു മഴ ഉണ്ടായിരുന്നു. നാട്ടിൽ നിന്നൊരു 1/2 കിലോമീറ്റർ എത്തിയപ്പോൾ തന്നെ വണ്ടി സ്കിഡായി മറിഞ്ഞു വീണു. ഒരു 1.5 മീറ്റർ താഴ്ചയിലേക്ക് വീണു. ഞാൻ ആദ്യം വീണു, ഒരു കിടങ്ങിലേക്ക് വീണു. എന്റെ മേല് വൈഫ് വീണു, വൈഫിന്റെ മേല് വണ്ടി വീണു. അങ്ങനെ ശരിക്കും 2 മാസം വീട്ടിൽ കടന്നു പോയിട്ടുണ്ട്. ഈ 2 മാസം വീട്ടിൽ കടന്നു പോയിട്ട് 2 മാസം വീണ അന്ന് തന്നെ ആദ്യം ഇവിടെ എന്റെ വീട്ടിലെത്തിയത് എന്റെ RCM അസോസിയേറ്റ് ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്. നാട്ടുകാരും അതേമാതിരി അയൽവാസികൾ അറിയുന്നത് RCMന്റെ ആൾക്കാർ വരുന്ന സമയത്താണ്. അപ്പൊ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മളെ ഈ ഒരു ബന്ധങ്ങൾ. അത് മാത്രമല്ല, എന്റെ വീട്ടിൽ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തത് കൊണ്ട് എനിക്ക് RCMന്റെ സാധനങ്ങൾ, ഭക്ഷണം കഴിക്കാനുള്ള സാധനങ്ങൾ വരെ എന്റെ വീട്ടിലെത്തിച്ചെന്ന് എന്റെ ടീമിലുള്ള PUC-കാരാണ്. എത്ര ദൂരെ നിന്ന് വന്ന ആൾക്കാരുണ്ട്, 2-3 പ്രാവശ്യം വന്ന് ഞാൻ പിന്നെ അവരോട് ബുദ്ധിമുട്ടിക്കേണ്ട വേണ്ടാന്ന് പറഞ്ഞിട്ട് വരെ എത്തിച്ച ആൾക്കാരുണ്ട്.
അപ്പൊ ഇതൊക്കെ തന്നെ ഈ ഒരു ബന്ധങ്ങളാണ് നമ്മള്, പിന്നെ ഈ ഒരു ബന്ധങ്ങളാണ് ഇതിപ്പോ ശ്രീസാർ പറഞ്ഞു എനിക്ക് അനുഭവം ഉണ്ട്. ഞാൻ വീണ അതേ ദിവസമാണ് ശ്രീസാർ വീണത്. അതില് പിന്നെ നമ്മളെ ഉണ്ണിസാർ ആയിക്കോട്ടെ, ഷാജീവ് സാർ ആയിക്കോട്ടെ, ഇവരൊക്കെ പ്രൊഡക്റ്റ് എടുത്തിട്ട് വീട്ടിൽ വന്നു. പിന്നെ ഒരു പ്രാവശ്യം വന്ന സമയത്ത് രണ്ടാമത് പറയാൻ മടിയാണ്, പക്ഷെ എന്നാലും അവർ കൊണ്ടുത്തന്നു. നമ്മൾ എത്ര വേണ്ടാന്ന് പറഞ്ഞിട്ട് വരെ കൊണ്ടുത്തുന്ന ആൾക്കാരുണ്ട്. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റാർട്ടിങ് പറഞ്ഞ് കൂടപ്പറപ്പിനേക്കാൾ ഉള്ള ഒരു ബന്ധം നമ്മൾ ഈ ഡയറക്ട് മാർക്കറ്റ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പൊ ഈ ബന്ധമാണ് നമ്മൾ ഈ ബിസിനസ് പിടിച്ചു നിർത്തുന്നത്. അപ്പൊ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും നേരത്തെ സുരേന്ദ്ര സാർ പറഞ്ഞ മാതിരി വെച്ച കാലം ഒരിക്കലും നമ്മൾ പുറകോട്ട് വെക്കാൻ പാടില്ല. അത് ഏറ്റവും വലിയൊരു പാഠമാണ്. അത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ, അത് പുറകോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് മുന്നോട്ടുണ്ടാകാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ശരിക്കും നമ്മൾ ഡയറക്ട് മാർക്കറ്റിനെ പറ്റി ഞാൻ ആദ്യം സംസാരിച്ചു. എങ്ങനെ നല്ലൊരു ഡയറക്ട് മാർക്കറ്റ് നമ്മൾ തിരഞ്ഞെടുക്കാം, ആർസിഎമ്മിനെ പോലത്തെ ഡയറക്ടർമാർ തിരഞ്ഞെടുക്കാൻ പറ്റണ്ടേ, തിരഞ്ഞെടുക്കേണ്ട ചില കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞു. എന്നിട്ടും ചില കാര്യങ്ങൾ നമ്മൾ തന്നെ ആർസിഎമ്മിൽ ഇതൊക്കെയാണെങ്കിൽ, ആർസിഎമ്മിന് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ ഉണ്ടാവും, നമ്മൾ പഠിക്കുന്ന ഒരു കഥയാണ് ക്രിസ്തുവിന് മുൻപും ക്രിസ്തുവിന് പിൻപും കാലവർഷത്തെ പറ്റി പറയാറുണ്ട്. ക്രിസ്തുവിന്റെ മുന്നിലുള്ള ഒരു രീതി ക്രിസ്തുവിന് ശേഷമുള്ള ചരിത്രത്തിൽ പഠിക്കുന്നതാണ്. അത് അങ്ങനെയാണ് പറയാ. ക്രിസ്തു ജനിക്കുന്നതിന് മുന്നേ എന്തായിരുന്നു, അതേമാതിരി ക്രിസ്തു ജനിച്ചതിന് ശേഷം. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആർസിഎം പിന്നെ തുടങ്ങുന്നതിന് മുന്നുള്ള ഒരു ചരിത്രവും ആർസിഎമ്മിന് വന്ന ശേഷമുള്ള ചരിത്രവും അതിന് ഒരുപാട് മാറ്റിയിട്ടുണ്ട്, സ്വഭാവങ്ങളിൽ വരെ. കാരണം അതുവരെ സുഹൃത്തുക്കളായിട്ട് പണ്ട് എംഎസ്ആർ ആൽജോട്ടിരുന്ന കഥ പറഞ്ഞ മാതിരി വൈകുന്നേരം ആകുമ്പോഴേക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവും, കഥ പറയും, ചിരിക്കും, തമാശ പറയും. ഓണം വിഷുക്ക് ആ സമയത്ത് നല്ല നല്ല തമാശകളിൽ കൂടെ ഒക്കെ മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ ഫ്രണ്ട്സുകൾ ആരും ഇപ്പം ഇല്ല. കാരണം എന്നെ അവർക്ക് തമാശ പറയാൻ കിട്ടുന്നില്ല. എൻ്റെ ഫ്രണ്ട്ഷിപ്പ് മുഴുവൻ ഇപ്പൊ ആർസിഎമ്മിലാണ്. കാരണം രാവിലെ മീറ്റിംഗ്, അത് തന്നെ വേറെ എന്തെങ്കിലും വർക്കൊക്കെ ഉണ്ടാവും, രാത്രി ചിലപ്പോൾ മീറ്റിംഗ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളെ മീറ്റിംഗ് ഉണ്ടാവും. പല ആൾക്കാരും ഇപ്പൊ സുഹൃത്തുക്കൾ വിളിക്കുമ്പോൾ എന്നെ കിട്ടുന്നില്ല. കാരണം ഞാൻ സൂം മീറ്റിംഗിൽ ഒന്നൊക്കെ സംസാരിക്കുകയല്ല, മീറ്റിംഗ് കേട്ടോണ്ടിരിക്കലും. ഇന്നലെ രാത്രിയൊക്കെ നമ്മൾ കബീർ സാർ പറഞ്ഞ മീറ്റിംഗ് ഒക്കെ തന്നെയാണെങ്കിൽ ഒരു സെക്കൻഡ് നമ്മൾ ശ്വാസം വിടാതെ കേൾക്കേണ്ട ടൈപ്പ് മീറ്റിംഗ് ആണ്. കാരണം അത്രയും നല്ല രീതിയിലുള്ള ക്ലാസ് ആയിരുന്നു. അപ്പൊ ഇതൊന്നും ആദ്യം ഇല്ലായിരുന്നു. നമ്മൾ പല ചുറ്റിക്കളിയായി നടക്കുന്ന കാലത്ത് ഒരുപാട് ഫ്രണ്ട്സുകൾ ഉണ്ടാവും. കാരണം നല്ല സമയത്തെ ഫ്രണ്ട്സുകൾ ഉണ്ടാവുള്ളൂ, നല്ല കളികൾക്ക്. അല്ലാതെ നമ്മൾ അപായപ്പെട്ട് കിടന്നാൽ അല്ലെങ്കിൽ സുഖമില്ലാതെ കിടക്കുന്ന സമയത്താണ് നമ്മൾ യാഥാർത്ഥ്യ ഫ്രണ്ട്സിനെ, സുഹൃത്തിനെ നമ്മൾ കണ്ട് മനസ്സിലാക്കുക. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ആർസിഎമ്മിന്റെ ഒരു പ്രവർത്തകർ, നമ്മൾ അസോസിയേറ്റ്സ് ആയിക്കോട്ടെ, ലീഡേഴ്സ് ആയിക്കോട്ടെ, നമ്മളുടെ കൂടെ ഏത് സമയത്ത് എപ്പോഴും ഉണ്ടായിരിക്കും. പിന്നെ ഇതൊക്കെയാണെങ്കിൽ നമ്മൾ ചില ആൾക്കാർ ഈ ആർസിഎം കൈ കിട്ടിയിട്ട് അത് മര്യാദയ്ക്ക് കൊണ്ടുനടക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പൊ ഞാൻ നല്ല കൊണ്ടുനടക്കുന്നത് ചോദിക്കുന്നത് അതല്ല ഉദ്ദേശിച്ചത്. ആർസിഎം എന്തിനു ചെയ്യണം, എന്തിനാണ് നമ്മൾ ആർസിഎം ചെയ്യുന്നത്, എന്തൊക്കെ ബിസിനസ് വേറെ ചെയ്യാനുണ്ട്. പക്ഷെ ആർസിഎം ചെയ്യുന്നതന്നെ നമുക്ക് ഒരുപാട്, ഞാൻ കണ്ട ഒരുപാട് വ്യാഖ്യാനങ്ങൾ തന്നെ. ഒന്ന്, ഇപ്പൊ നമ്മൾ ആർസിഎമ്മിന് ഒരുപാട് സെഗ്മെന്റ്, ഈ സെഗ്മെന്റ് നമ്മൾ ജനങ്ങളിലേക്ക് എത്തി കിട്ടുന്ന ഒരു ഗുണങ്ങൾ, നമ്മളെ ഗുണങ്ങൾ മാത്രമല്ല, പ്രകൃതിക്കും നമ്മളുടെ പിന്നെന്താ പറയാ, നമ്മളുടെ രാജ്യത്തിന് വരെ ഗുണങ്ങൾ. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളുടെ പണ്ടുള്ള കർഷകര്, നമ്മളെ ഭൂമി, നല്ല ഭൂമി, ഒരുപാട് പിന്നെന്താ പറയാ, പിന്നെ മണ്ണിരകളും അതേമാതിരി പക്ഷി മൃഗാദികളൊക്കെ നല്ല രീതിയിൽ ഉണ്ടായിരുന്ന ആ ഭൂമി മണ്ണ് നശിച്ചു പോയൊരു കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. കാരണം നമ്മളെ കെമിക്കലായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് കിളികളായിക്കോട്ടെ, പക്ഷി മൃഗാദികളായിക്കോട്ടെ, അതേമാതിരി നമ്മളുടെ മണ്ണിൽ കാണുന്ന, പണ്ടൊക്കെ ഒന്ന് കൈക്കോട്ടോണ്ട് കൊത്തുമ്പോൾ മണ്ണിര ഉണ്ടാവായിരുന്നു, ആ മണ്ണിര ഇന്നിപ്പോ കാണാനില്ല. അതിന്റെ കാരണം ഇത്തരത്തിലുള്ള കീടനാശിനികളും വളങ്ങളും ഒക്കെയാണ്. അത് മാറ്റിയിട്ട് രണ്ടാമത് പഴയ രീതിയിലേക്കുള്ള ഒരു മണ്ണിനെ സൃഷ്ടിച്ച് നല്ല രീതിയിൽ സൃഷ്ടിക്കാനുള്ള ഒരു സെഗ്മെന്റ് ആണ് നമ്മുടെ ഈ പിന്നെ ഹരിത സഞ്ജീവൻ എന്ന സെഗ്മെന്റ്. ഇതാണ് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇതൊരു നന്മയല്ലേ? നമ്മൾ വരുമാനമാണ് പ്രതീക്ഷിക്കുന്നത്. ആ ഹരിത സഞ്ജീവനി ഉപയോഗിച്ചിട്ട് പല സ്ഥലങ്ങളിലും ഇപ്പൊ കുടകിലല്ല, കട്ടപ്പനയിലൊക്കെ ഇഞ്ചി കൃഷിയൊക്കെ രണ്ടാമത് പഴയ രീതിയിലുള്ള കൃഷികളൊക്കെ ഒഴിവാക്കി പണ്ട് കാലത്തെ കൃഷിയിലേക്ക് വന്നു. കാരണം ജൈവ വളങ്ങളൊക്കെ കൂടെ നമ്മളുടെ ഈ ഹരിത സഞ്ജീവനിന്റെ ഗാർഡൻ ഗോൾഡുകളൊക്കെ ഉപയോഗിച്ചിട്ട് പ്രകൃതിയെ തന്നെ മാറ്റുന്നു, ജീവജാലങ്ങളെ തിരിച്ചു കൊണ്ടുവരുന്നു, മണ്ണിനെ തിരിച്ചു കൊണ്ടുവരുന്നു. ഇതാണ് നമ്മുടെ സെഗ്മെന്റ്. ഇതെന്തുകൊണ്ട് നമുക്ക് ജനങ്ങളോട് പറഞ്ഞുകൂടാ? ഇതിനെന്തിനാണ് മടി വിചാരിക്കുന്നത്? ഇത് പറയാൻ വേണ്ടി നമ്മൾ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിന്റെ ചരിത്രങ്ങളും പഴയ കഥകളും എടുത്തു നോക്കേണ്ട ആവശ്യമില്ല. അതേമാതിരി മറ്റൊരു രീതിയാണ് നമ്മുടെ പിന്നെ ഗുഡ്ഡോട്ട് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ, നമ്മളുടെ വീട്ടിൽ ഇപ്പൊ നമ്മൾ ചിക്കനും മട്ടനും ബീഫൊക്കെ ആയിട്ട് പലതരത്തിലുള്ള അസുഖങ്ങൾ ഇത് കഴിച്ചിട്ട് ഇപ്പൊ ട്രെൻഡാണ് ഇതൊക്കെ. ആ ട്രെൻഡിൽ നമുക്ക് കിട്ടുന്ന ഒരു ഗുണങ്ങൾ എന്താ വെച്ചാൽ പലതരത്തിലുള്ള അസുഖങ്ങൾ, ക്യാൻസർ പോലത്തത്, അതേമാതിരി പിന്നെ ഈ പക്ഷിയിലൊക്കെ ഉണ്ടാവുന്ന ഒരുതരം പക്ഷിപ്പനികൾ, അല്ലെങ്കിൽ പിന്നെ ബീഫിലൊക്കെ വരുന്ന പശുവിലൊക്കെ വരുന്ന ആന്ത്രാക്സ് പോലത്തെ പല അണുക്കളും അതിലൊക്കെ അത് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പലതരത്തിലുള്ള അസുഖങ്ങൾ. ഈ അസുഖങ്ങൾ മുതലെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹോസ്പിറ്റലുകൾ, ഡോക്ടേഴ്സ്, മരുന്ന് കമ്പനികൾ, ഇവരൊക്കെ നമ്മളെ പിഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ഗുഡ്ഡോട്ട് എന്ന ഈ ഒരു സെഗ്മെന്റിന്റെ പ്രസക്തി.
100% വെജിറ്റേറിയൻ ആണ്. അത് മാത്രമല്ല പ്രോട്ടീൻ റിച്ച് ആണ്, നമുക്ക് ഫൈബർ റിച്ച് ആയ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഒരു പുതിയൊരു സമൂഹത്തെ കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഹോസ്പിറ്റലില്ലാതെ, മരുന്നുകളില്ലാതെ, അസുഖങ്ങളില്ലാതെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് കെട്ടിപ്പടുക്കാൻ ഈ ഒരു നന്മ എന്തിനാണ് നമ്മൾ ജനങ്ങളോട് പറയാതിരിക്കുന്നത്? അപ്പൊ ഇതൊരു നന്മ. അടുത്ത വേറെ എന്താണ്? സ്ത്രീ ശാക്തീകരണം. സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ എത്രയോ കാലം മുതൽക്കേ നമ്മുടെ രാഷ്ട്രീയക്കാരും പല ആൾക്കാരും സ്ത്രീ ശാക്തീകരണത്തെ പറ്റി പറയാൻ തുടങ്ങിയിട്ടുണ്ട്. എത്ര സ്ത്രീകൾ ഈ മറ്റുള്ള പ്രസ്ഥാനത്തിൽ കൂടെ സ്ത്രീ ശാക്തീകരണത്തിൽ എത്തിയിട്ടുണ്ടാവും? നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടാവോ? ഇനി അഥവാ ഒന്ന് എത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അതൊരു പക്ഷേ കൂടെയുള്ള ആൾക്കാരെ കുതുകാല് വെട്ടിയിട്ടും അല്ലെങ്കിൽ പാറ വെച്ചിട്ടൊക്കെ രാഷ്ട്രീയത്തോടെ കയറിപ്പോയി ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ പല പേപ്പറിലൊക്കെ കാണുന്ന പല കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് എന്താ പറഞ്ഞത്? 2015 മുതൽ ഈ കേരളത്തിലൊക്കെ തന്നെ RCMലേക്ക് ഏറ്റവും കൂടുതൽ ഒഴുകി വരുന്ന സ്ത്രീകളാണ് ഈ ബിസിനസ്സായിട്ട്. ലക്ഷങ്ങൾ വരുമാനം മാത്രമാണോ? ഹൈജീൻ ക്ലാസ്സുകൾ, അതേമാതിരി പക്ക മാറുകയാണ്. ജീവിത രീതി തന്നെ മാറി വരിക. വരുമാനം മാത്രം ഒരിക്കലില്ല. വരുമാനം കിട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാനാ? നമുക്ക് അതിനുള്ള ആരോഗ്യം വേണ്ടേ? ആരോഗ്യം ഉണ്ടെങ്കിൽ അത് ആസ്വദിക്കാനുള്ള സമയവും കഴിവും ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ വരുമാനത്തിനെ കൊണ്ട് നമുക്ക് ഗുണമുള്ളൂ. അല്ലാതെ വെറുതെ വരുമാനം കിട്ടിയ കാര്യമില്ല. ഞങ്ങളുടെ നാട്ടില് ഏറ്റവും കൂടുതൽ കോഴിക്കോട് ജില്ലയിൽ ഹോട്ടൽ നടത്തുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു, കുന്നമംഗലത്തിലെ. അദ്ദേഹം 10-50 ദിവസം കോമയില് വെറും എന്താ പറയാ ഗ്ലൂക്കോസ് ഒക്കെ ആയിട്ട് ട്രിപ്പായിട്ട് കിടന്നൊരു മനുഷ്യനുണ്ട്. അദ്ദേഹം ഒരുപാട് ആൾക്കാർക്ക് ഭക്ഷണം കൊടുത്താണ്. പക്ഷെ അങ്ങനെ വരുമാനം ഉണ്ടാക്കിയിട്ടൊരു കാര്യമില്ല. നമ്മൾ കിട്ടുന്ന വരുമാനം ആസ്വദിക്കാൻ കഴിയണം. അതിനുള്ള ഏറ്റവും നല്ല രീതികളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഗുഡ് ഡോട്ടിന്റെ കാര്യങ്ങൾ. അതേമാതിരി സ്ത്രീ ശാക്തീകരണം പറഞ്ഞു. നല്ല രീതിയിൽ കേരളത്തിൽ ഒരുപാട് ലേഡീസ് ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനം ഉണ്ടാക്കുന്നുണ്ട് RCM കൂടെ. ഇങ്ങനെ ഒരുപാട് കാര്യം, ഇത്തരം ഗുണങ്ങളുള്ള കാര്യങ്ങളാണ് നമ്മൾ ജനങ്ങളിലേക്ക് എത്തുന്നത്. അപ്പൊ ഈ കാര്യം ഇത് നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത്രയും വലിയ നന്മ നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ച് മരിച്ചു കഴിഞ്ഞിട്ട് അതിന് എന്തെങ്കിലും അർത്ഥം വേണ്ടേ? ഇന്നയാൾ ഇന്ന നാട്ടിൽ ജീവിച്ചു. നമ്മൾ പല നേതാക്കന്മാരെ, ഇപ്പൊ ഉദാഹരണം വരെ പണ്ട് സ്വാതന്ത്ര്യ സമര കാലത്ത് ഒരുപാട് ആൾക്കാർ ജീവിച്ചു. ആ സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ട എത്ര ആൾക്കാരുടെ പേര് നമ്മൾ അറിയുന്നുണ്ട്? അപ്പൊ അവരതിൽ ശരിക്കും ഇൻവോൾവ് ആയ കുറച്ച് ആൾക്കാർ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. അതേ സ്ഥാനത്ത് ആ സമയത്ത് ബ്രിട്ടീഷുകാരെ കൂടെ വന്ന ആൾക്കാരും ഇന്ത്യക്കെതിരെ വന്ന ആൾക്കാർക്ക് ഒരുപാടുണ്ടാവും. അവരെ നമ്മൾ ആരും ഓർമ്മിക്കുന്നില്ല. അതേമാതിരി RCM കയ്യിൽ കിട്ടിയിട്ട് അത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റാതിരിക്കുന്ന ആൾക്കാരെ ആരും ഓർമ്മിക്കില്ല. നമ്മളെ ഓർമ്മിക്കണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ സെഗ്മെന്റുകളൊക്കെ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ട് നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് RCM എന്തിനു ചെയ്യണം എന്നുള്ളതിന്റെ 2-3 ഉദാഹരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. പല ആൾക്കാരും ചോദിക്കുന്നത് ഇതിപ്പോ ചെയ്തില്ല, എന്തൊക്കെ പുറമേ നിന്ന് വാങ്ങിയ സാധനങ്ങൾക്ക് ഒരുപാട് നമ്മൾ ഫീൽഡിൽ ഇറങ്ങുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. അതിന്റെ ആൻസറുകളാണ് എന്റെ ആൻസറുകളാണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പൊ എന്തിന് RCM ചെയ്യണം? ഇത്തരം കാര്യങ്ങൾക്ക് നമ്മൾ RCM ചെയ്തേ പറ്റുള്ളൂ. ഒരു ഇന്ത്യൻ പ്രൊഡക്റ്റ്, നമ്മൾ ബ്രിട്ടീഷുകാർ പണ്ട് ഒരുപാട് വർഷം ഇവിടെ ഭരിച്ചിട്ട് അവർ പോകുന്ന സമയത്ത് അവരുടെ പല പ്രസ്ഥാനങ്ങളും അവരുടെ ഫാക്ടറികളും സ്ഥാപനങ്ങളും പ്രൊഡക്റ്റുകളും അവരിപ്പോഴും ഇവിടെ ഉണ്ടാക്കിക്കൊണ്ട് നമ്മളെ കഴിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിൽ ഏറ്റവും കൂടുതൽ മായം ഉണ്ടാവും. കാരണം നമ്മളിവിടെ മായം വന്നിട്ട് അസുഖങ്ങൾ വന്ന് മരിക്കാനായാലും അതിനുള്ള മരുന്നുകൾ അവരെന്നെ തരുന്നത്. ആ മരുന്ന് കമ്പനി അവരെന്നെ ഉണ്ടാക്കുന്നു. ഇതിന്റെ പൈസകൾ മുഴുവൻ വിദേശത്തേക്ക് കയറ്റി പോകുന്നു. നമ്മളെ സംബന്ധിച്ച് RCMനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു 5 പൈസ പോലെ വിദേശത്തേക്ക് മാറുന്നില്ല. ഇന്ത്യയുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് ഇന്ത്യയിലാണ് ഈ പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നത്, ഇന്ത്യക്കാരാണ് ഇത് കഴിക്കുന്നത്. ഇതിന്റെ വരുമാനങ്ങൾ കംപ്ലീറ്റ് സറൗണ്ട് ചെയ്യുന്ന ഇന്ത്യയിൽ മാത്രമാണ്. അപ്പൊ ഇന്ത്യയെ രക്ഷിക്കാൻ ഇപ്പൊ ഓഗസ്റ്റ് 15 ആയാലും ജനുവരി 26 ആയാലും എല്ലാവരും ജയ് ഭാരത് എന്ന് കൊടി ഉയർത്തുന്ന ആൾക്കാരുണ്ട്, കൊടി എന്താ പറയുക പോക്കറ്റ് കുത്തുന്ന ആൾക്കാരുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ അതാണോ നമ്മുടെ ശരിയായ സംസ്കാരം? അല്ലെ ഇന്ത്യനെ രക്ഷിക്കാനുള്ള വഴി അതാണോ? അപ്പൊ ഇന്ത്യനെ രക്ഷിക്കാനുള്ള ഏറ്റവും നല്ല വഴി നമ്മളാണ്. 365 ദിവസവും ഇന്ത്യയെ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഡോളർ എന്നും ഇന്ത്യയായിട്ട് രൂപയായിട്ട് ഒരിക്കലും യോജിക്കാതെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നതിന്റെ കാരണം നമ്മുടെ പണം വിദേശത്തേക്ക് കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രാവശ്യം നമ്മളെ ബറാക് ഒബാമ എന്ന് പറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് അവിടെ സാമ്പത്തിക പ്രതിസന്ധി വന്ന സമയത്ത് അദ്ദേഹം ആദ്യം ഒരു ഓർഡർ ഇട്ടെന്താ വെച്ചാൽ നമ്മുടെ ആ രാജ്യത്തിന്റെ പ്രൊഡക്റ്റുകൾ മാത്രം അവിടെ ഉപയോഗിക്കുക എന്നുള്ള ഒരു പ്രസ്താവന അദ്ദേഹം ഇറക്കിയിരുന്നു. എത്രത്തോളം വിജയിച്ചു എന്ന് എനിക്കറിയില്ല. അതിന്റെ കാരണം എന്താ വെച്ചാൽ രാജ്യത്തിന്റെ സമ്പത്ത് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് എപ്പോഴും ആ രാജ്യത്തിന് ഗുണമുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം എടുത്ത ഏറ്റവും വലിയ തീരുമാനമായിരുന്നത്. അദ്ദേഹം തന്നെ ഒരുപാട് കഴിവും വിവരമുള്ള മനുഷ്യനാണല്ലോ. അപ്പൊ അതേമാതിരി നമ്മൾ RCMന്റെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളുടെ രാജ്യം നന്നാവും, നമ്മൾ നന്നാവും, നമ്മുടെ സമൂഹം നന്നാവും, അസുഖങ്ങൾ മാറും, ഒരുപാട് ഗുണമുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എന്തിനു വേണ്ടി RCM നമ്മൾ ഉപയോഗിക്കണം, RCM എന്തിനു ചെയ്യണം. ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏതൊരു വ്യക്തി RCM ചെയ്യും. അതേമാതിരി മറ്റൊരു കാര്യമാണ് RCM എങ്ങനെ ചെയ്യണം. RCM ചെയ്യണം നമുക്കറിയാം, നല്ല കാര്യമാണ്, ചെയ്താൽ നല്ലതാണ്. പക്ഷെ RCM എങ്ങനെ ചെയ്യണം?
ആർസിഎം ചെയ്യണം. അതിന് ഏറ്റവും നമ്മൾ പല ലീഡർമാർ ഡെയിലി രാത്രി ക്ലാസ്സുകൾ നമുക്ക് കേൾക്കാൻ പറ്റും. ആർസിഎം നമ്മൾ നല്ലതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മളുടെ US സിസ്റ്റം ഉണ്ട്, ആ ഒരു പ്രോഗ്രാം ആയിട്ട് നമ്മൾ പല ലീഡേഴ്സും പറയുന്ന പല കാര്യങ്ങൾ ആർസിഎം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചെയ്യേണ്ട ഓരോ കാര്യങ്ങൾ. ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു പിന്നെ വീട്ടിൽ ഒരു ഹോം മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഹോം മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് ഒരു പക്ഷേ വീട്ടുകാർ പൂർണ്ണമായിട്ട് ഈ ഹോം മീറ്റിംഗ് കൂടെ ആർസിഎമ്മിനെ പറ്റി മനസ്സിലായിക്കൊള്ളുന്നില്ല. അടുത്ത മാസത്തിൽ ഒരു ഹോം മീറ്റിംഗ് കൂടെ നടത്തുക, 2 or 3 ഹോം മീറ്റിംഗ് നടത്തുമ്പോൾ കിട്ടുന്ന ഗുണം എന്താ വെച്ചാൽ ആ വീട്ടുകാർക്ക് ആർസിഎം എന്താണെന്ന് മനസ്സിലാവും. 3ാമത്തെ മീറ്റിംഗിൽ ഇന്നലെ രാത്രി അതിനെ പറ്റി നമ്മുടെ കബീർ സാർ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. 3ാമത്തെ മീറ്റിംഗിൽ ആ വീട്ടിലെ വ്യക്തിയെ കൊണ്ട് തന്നെ ക്ലാസ് എടുപ്പിക്കുക. ഓരോ മാസങ്ങളും നിർബന്ധമായിട്ട് 1 മാസത്തിൽ ഒരു മീറ്റിംഗ്, അങ്ങനെ 2-3 മാസം കൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ 2 or 3 മീറ്റിംഗ് വെക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഹോം മീറ്റിംഗ് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര പേടിയാണ്. കാരണം തൊട്ടടുത്ത വീട്ടുകാരായിട്ട് ചിലപ്പോൾ എന്ത് ചെറിയ പ്രശ്നങ്ങൾ ഇവർ വിളിച്ചാൽ വരില്ല, അല്ലെ ഞാനിത് ചെയ്യുന്ന ഈ മുളകും മല്ലി ചെയ്യുന്ന കാര്യങ്ങൾ അവരറിഞ്ഞ പ്രശ്നമാണ്, മോശമാണ്, എനിക്ക് മോശമാണ്, എൻ്റെ ഫാമിലിക്ക് മോശമാണ്, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരോട് നമുക്ക് പറയാനുള്ള ആർസിഎം എന്തിനു ചെയ്യണം എന്നുള്ള ആദ്യം നമ്മൾ പഠിക്കണം. എന്തിനു വേണ്ടി ആർസിഎം ചെയ്യണം അത് പഠിച്ചു കഴിഞ്ഞാൽ, അത് മനസ്സിലായി കഴിഞ്ഞാൽ, അതേമാതിരി ഡയറക്റ്റ് മാർക്കറ്റിംഗ് പ്രസക്തി, ഇത് രണ്ടും മനസ്സിലായി കഴിഞ്ഞാൽ ആരെന്ത് എതിർത്താലും നമുക്ക് യാതൊരു സംശയമില്ല, നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ഹോം മീറ്റിംഗ് കൂടെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഡിസ്പ്ലേ വാൾ എന്ന നമ്മളെ MDന്റെ ഒരു എന്താ പറയുക ഒരു പിന്നെ വളരെ വിഷണറി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡിസ്പ്ലേ വാള്. അതേമാതിരി ഡയമണ്ട് ക്ലബ്ബ്, ഡിസ്പ്ലേ വാളിൽ കൂടെ നമ്മളൊരു ഡയമണ്ട് ക്ലബ്ബിൽ എത്തിക്കഴിഞ്ഞ് ആ നമ്മുടെ പിന്നെ ഹേമസാറിന്റെ അതേമാതിരി ഒരു ഏറ്റവും വലിയൊരു പിന്നെ എന്താ പറയാ ഒരു അംബീഷനും ഈ ബിസിനസിന്റെ ഇതിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഏറ്റവും നല്ലൊരു വഴിയാണ് നമ്മുടെ ഈ പിന്നെ ഡിസ്പ്ലേ വാളും ഡയമണ്ട് ക്ലബ്ബും. അത് ഡിസ്പ്ലേ വാളും ഡയമണ്ട് ക്ലബ്ബും നമ്മൾ തുടങ്ങി കഴിഞ്ഞാൽ അത് തുടങ്ങി മുന്നോട്ട് പോയാൽ മാത്രം പോരാ, അത് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ വേണം, നമ്മൾ ടീമിൽ വരുന്ന ആൾക്കാരിലേക്ക് അത് എത്തിക്കുക. അങ്ങനെ നമ്മൾ ഡിസ്പ്ലേ വാളും ഡയമണ്ട് ക്ലബ്ബും എല്ലാം തുടങ്ങി നമ്മളെ ടീമിലേക്ക് എത്തിച്ചു കഴിഞ്ഞിട്ട് അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഒരു 10 ആൾ ജോയിൻ ചെയ്യുമ്പോൾ മിനിമം ഒരു 5-6 ആൾക്കെങ്കിലും നമ്മൾ ഡയമണ്ട് ക്ലബ്ബിലേക്ക് ഡിസ്പ്ലേ വാളിലേക്ക് എത്തിച്ചുകൊണ്ട് അതേമാതിരി നമ്മളെ ഷോപ്പ് കൂടെ കിട്ടുന്ന വരുമാനം ഇപ്പൊ എല്ലാവരും നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെ പല കാര്യങ്ങളിൽ കൂടെ നമ്മൾ ഓരോ വഴി എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് നമ്മൾ ഇതിൽ തലപോയിക്കേണ്ട യാതൊരു കാര്യമില്ല. കാരണം നമ്മൾക്ക് ഇത് പ്രത്യേക ഒരു കഴിവുണ്ടാക്കി എടുക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ ലീഡേഴ്സ്, നമ്മളുടെ മുൻഗാമികൾ ചെയ്തു വെച്ച പല കാര്യങ്ങൾ അതേമാതിരി കോപ്പി അടിച്ചാൽ മതി. പണ്ട് സ്കൂൾ പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അറിവ് എന്താ വെച്ചാൽ കോപ്പി അടിക്കാൻ പാടില്ല എന്നാണ്. സ്കൂൾ പഠിക്കുമ്പോൾ കോപ്പി അടിച്ചാൽ അത് പിന്നെ നമുക്ക് എന്താ പറയുക കഴിവ് കേടായിട്ടാ പോവുക. പക്ഷെ ഇവിടെ നമ്മൾ കോപ്പി അടിക്കാൻ തുടങ്ങിയാൽ നമ്മളെ ലീഡേഴ്സ് നമ്മളുടെ മുൻഗാമികൾ ചെയ്തു വെച്ച പ്രവർത്തനങ്ങൾ നമ്മൾ കോപ്പി അടിച്ചു കഴിഞ്ഞാൽ അവരുടെ അതേ രീതി നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് കയറി പോകാൻ പറ്റിയ യാതൊരു സംശയമില്ല. അപ്പൊ ഇങ്ങനെ നമ്മൾ ആർസിഎം എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ ഈസി ആയിട്ട് ചെയ്യുന്ന ആൾക്കാർ, ഈസി ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇതിൽ വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് ഇത് വളരെ ബുദ്ധിമുട്ടി ചില ആൾക്കാരുണ്ട് രാത്രിയും പകലൊക്കെ ഓടി നടന്ന് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ട്, അതേമാതിരി വെള്ളം കുടിക്കാനും കറക്റ്റ് ടൈമിൽ ഭക്ഷണം കഴിക്കുന്നില്ല, ഓട്ടത്തോടോട്ടം. അങ്ങനെ ഒരിക്കലും ചെയ്യേണ്ട ഒരു ബിസിനസ് അല്ല ശരിക്കും ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ആർസിഎം. കാരണം അത് നമ്മൾ വളരെ എന്താ പറയുക ഹാപ്പി ആയിട്ട്, നമ്മുടെ ശ്രീ രവിശങ്കർജി പറയുന്നുണ്ട് ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും വളരെ ഹാപ്പി ആയിട്ട് ചെയ്യണം. ഹാപ്പിനെസ് ഓഫ് ലൈഫിന്റെ ഹാപ്പിനെസിനെ പറ്റി ഒരുപാട് ക്ലാസ്സൊക്കെ ഉണ്ട്, ചില ക്ലാസ്സുകളിൽ ഞാൻ പങ്കെടുത്താണ്. അപ്പൊ അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് ചെയ്താൽ മാത്രമേ നമുക്കത് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് രാവിലെയും രാത്രി ഓടി നടന്ന് വേർത്ത് കുളിച്ച് ഭക്ഷണം കഴിക്കാൻ സമയമില്ല, വീട്ടിൽ പോകാൻ സമയമില്ല, അതേമാതിരി ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ സമയമില്ല, രാത്രി ഉറക്കമില്ല, അങ്ങനെ ചെയ്യേണ്ട ബിസിനസ്സേ അല്ല ആർസിഎം. നമ്മുടെ ടീമിനെ നല്ലൊരു ടീമിനെ ലീഡേഴ്സ് ഉണ്ടാക്കിയെടുക്കുക. നേരത്തെ പറഞ്ഞ മാതിരി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാതിരിക്കുകയാണ്. ഡ്യൂപ്ലിക്കേറ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം ഡയമണ്ട് ക്ലബ്ബും ഡിസ്പ്ലേ വാളും ചെയ്യുന്ന അതിൽ കൂടെ ലീഡേഴ്സിനെ ഉണ്ടാക്കിയെടുക്കുക. ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ടീമിനെ നയിക്കാൻ പാകമായ ലീഡ് ചെയ്യാൻ പറ്റിയ ഒരാൾ ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ കുറെ ആൾക്കാർ ഉണ്ടായി കഴിഞ്ഞാൽ ആ ടീമിന്റെ ലീഡേഴ്സ് ആണ് ഈ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അവരെയാണ് ആ ലീഡേഴ്സിനെയാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത്. അപ്പൊ അവരുടെ കാര്യങ്ങൾ, അവരുടെ മീറ്റിങ്ങുകൾ അറേഞ്ച് ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അവരുടെ നമ്മളെ ബോഡി സ്കാനറായിട്ട് ബന്ധമുള്ള കാര്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ഒരു ടീമിന്റെ ലീഡറായി നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ വിജയിക്കുന്നത് മാത്രമല്ല, നമ്മുടെ ടീമിൽ വരുന്ന എല്ലാവരും, താഴേക്ക് വരുന്ന എല്ലാവരും വിജയിക്കും. അപ്പൊ ഇത് പണ്ട് നമ്മൾ ചില ആൾക്കാർ പറയാറുണ്ട്, പണ്ട് കുറെ ഭൂസത്തുള്ള ആൾക്കാരുണ്ടായിരുന്നു, ഒരുപാട് ഭൂമിയൊക്കെ ഉള്ള ആൾക്കാർ. അപ്പൊ ഇത് വെറുതെ അവർ വിറ്റ് നശിപ്പിച്ചാൽ ഒരുപാട് ആൾക്കാരുണ്ട്. ഭൂമികൾ ഇപ്പോൾ 2, 4, 5 ഏക്കറൊക്കെ ഉള്ള ആൾക്കാർ. എനിക്കറിയാം എൻ്റെ കുടുംബത്തിൽ തന്നെ കുറെ പൂർവികരൊക്കെ ഒരുപാട് ഭൂമി വെറുതെ ആവശ്യമില്ലാതെ സുഹൃത്തുക്കൾക്കോ അന്ന് ഈ എന്താ പറയാ കള്ളൊക്കെ വാങ്ങിക്കൊടുത്ത ഭൂമി എഴുതി കൊടുക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, ഒരു 10, 50, 60 കൊല്ലം മുന്നേ. അപ്പൊ ഇങ്ങനെയൊക്കെ ഭൂമി നശിപ്പിച്ച ആൾക്കാര് ഇപ്പം ആ ഭൂമിയുടെ ഒരു വില ഇപ്പോ ചിലപ്പോൾ ഒരു പക്ഷെ അറിയാൻ പറ്റും. ഇടയ്ക്ക് നാരായണ സാർ ഒരു ഭൂമിയുടെ കാര്യം പറയാറുണ്ട്. അവിടെ അദ്ദേഹത്തിന്റെ നാട്ടില്
അന്നെന്തോ വെറുതെ കുറച്ച് വിലയ്ക്ക് വാങ്ങിയിട്ട് ഭൂമി ഇപ്പൊ കോടിക്കണക്കിന് രൂപയ്ക്ക് തന്നെ വിറ്റുകൊടുക്കുന്ന കഥ. ആ ഒരു കഥയാണ് എനിക്ക് പറയാനുള്ളത്. ആ കഥയല്ല, അതേമാതിരി കഥ. പിന്നെ അന്ന് നശിപ്പിച്ച ഭൂമിയൊക്കെ ഒരു പക്ഷെ ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ വില കേട്ട നമ്മളെ പൂർവികർ നശിപ്പിച്ച ഭൂമിന്റെ വില എന്ന് കേട്ട് നമുക്ക് കോടീശ്വരന്മാരായിട്ട് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. അത് ഞാനിപ്പോ പറയാൻ കാരണം അതേമാതിരിയാണ് RCM ഇപ്പൊ നമ്മളെ കൈ കിട്ടിയിട്ട് നമ്മളത് തീരെ ശ്രദ്ധിക്കാതെ വരുമാനം ഉണ്ടാക്കാനോ അതൊന്നും ഇപ്പൊ ഈ പറഞ്ഞ ലീഡർമാർ പറയുന്ന മാതിരി നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ ഭാവിയിൽ ഒരുപക്ഷെ നമ്മളുടെ മക്കൾ പറയും, അന്ന് നിങ്ങളെ കൂടെ വന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, അവരൊക്കെ ഇന്ന് RCM കൂടെ ലോകരാഷ്ട്രങ്ങൾ കൂടെ വിലസുന്നു, ആരോഗ്യം വളരെ നല്ല ആരോഗ്യം കിട്ടുന്നു, നല്ല സമ്പത്തുണ്ട്, അവർക്ക് എല്ലാ മാസം കറക്റ്റ് പേയ്മെന്റ് വരുന്നു, നല്ല ഹൈ ലെവൽ എക്സിക്യൂട്ടീവ് ലൈഫിൽ അവർ ജീവിക്കുന്നു. ഇത് എന്തുകൊണ്ട് നിങ്ങൾ അന്ന് ഇത് കൈ കിട്ടിയിട്ട് നിങ്ങൾ ഒഴിവാക്കിയെന്ന് പല ആൾക്കാരും ചോദിക്കും. അതേമാതിരി നമ്മൾ പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഭൂമിയൊക്കെ നമ്മൾ പിന്നെ പാർട്ടീഷൻ ചെയ്യുന്നൊരു കാലം. പണ്ട് എന്റെയൊക്കെ വീടിന്റെ അടുത്ത് എത്രയോ മുന്നേ ഭൂമി പാർട്ടീഷൻ ചെയ്യുന്ന സമയത്ത് അന്ന് ഒരു എന്താ പറയാ തെങ്ങും കവുങ്ങും പ്ലാവും ഒക്കെ പിന്നെ എടുത്തു പറയുന്ന സംവിധാനം ഉണ്ടായിരുന്നു. എന്റെ വീടിന്റെ അടുത്ത് ഒരു രാഘവമാഷ് ഉണ്ട്. അദ്ദേഹത്തിന്റെ 1 ഏക്കർ പറമ്പിൽ ഒരു 5-6 തെങ്ങ് അദ്ദേഹത്തിന്റെ സിസ്റ്റർക്ക് അന്ന് ഇങ്ങനെ എന്താ പറയാ എഴുതി കൊടുക്കും. അപ്പോ ഈ സിസ്റ്റർ ഇയാളെ തമ്മിൽ ഉടക്കിലായത് കൊണ്ട് ഈ പറമ്പിൽ കയറാൻ ഇയാൾ സമ്മതിക്കില്ല തേങ്ങ വലിക്കാൻ. അപ്പൊ ഈ തേങ്ങ വലിക്കാൻ വരുന്ന സമയത്ത് എനിക്ക് എന്റെ സിസ്റ്റർമാർക്കും ഭയങ്കര രസമാണ്. കാരണം അവിടെ ഭയങ്കര അടികളൊക്കെ നടക്കും, തല്ലുംപിടി അങ്ങനെ കച്ചറൊക്കെ ഉണ്ടാവും. ഇത് കാണാൻ ഞങ്ങൾ അങ്ങനെ കാത്തിരിക്കും. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ തെങ്ങെടുത്ത് പറയാ, പ്ലാവ് എടുത്ത് പറയാ, മാവ് എടുത്ത് പറയാ, ഇങ്ങനെ ഒരുപാട് പരിപാടി ഉണ്ടായിരുന്നു. ആ കാലഘട്ടം കഴിഞ്ഞു. ഇപ്പൊ തന്നെ സ്ഥലങ്ങൾ ഒരു ഇഞ്ച് അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും ഏട്ടനും അഞ്ചനും തമ്മിൽ വലിയ പ്രശ്നം ഉണ്ടാക്കുക, പിന്നെ അല്ലെ പെങ്ങന്മാര് തമ്മിൽ മിണ്ടാതിരിക്കുക, അങ്ങനെയൊക്കെ കാലഘട്ടങ്ങൾ ഇപ്പൊ നടക്കുന്നുണ്ട്. അധിക വീടുകളിൽ ഉണ്ടാവും, അല്ലെ നമ്മളെ വീട്ടിൽ നമ്മുടെ നാട്ടിലുണ്ടാവും. ഈ കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള നമ്മളെ കുടുംബത്തിലെ പാർട്ടീഷന് വരുന്ന സമയത്ത് ഒരുപക്ഷെ എനിക്കൊരു മകനൊരു മകളാണ്. അവര് പറയാ എന്താ വെച്ചാല്, എന്റെ അച്ഛന്റെ RCM ID ഞാൻ ആർക്കും വിട്ടുകൊടുക്കൂല, അത് എനിക്ക് വേണമെന്നായിരിക്കും പറയാ. അത് ശ്രമിച്ചില്ല. ഇനി അങ്ങോട്ടുള്ള പാർട്ടീഷന് വരാൻ പോകുന്ന സംഗതി എന്റെ അച്ഛന്റെ ID അല്ലെ മകള് പറയും, എന്റെ അമ്മയുടെ ID അല്ലെങ്കിൽ അച്ഛന്റെ ID എനിക്ക് വേണം, സ്ഥലങ്ങൾ മുഴുവൻ നീ എടുത്തോ എന്ന് പറയും. ഈ രീതിയിലേക്ക് RCM എന്ന ഈ ഒരു പ്രസ്ഥാനം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഈ ബിസിനസ് എന്താണ് നമ്മൾ ചെയ്യുന്നതെന്ന് കറക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലത് വിജയിക്കില്ല. നമ്മൾ നിൽക്കുന്ന സ്ഥലം, നമ്മൾ നിൽക്കുന്ന ഭൂമി എവിടെയാണ്, എന്താണ്. അപ്പൊ അതേമാതിരി നമ്മൾ പിന്നെ ചെയ്യുന്ന ബിസിനസ്, RCM എന്ന ബിസിനസ് ഡയറക്റ്റ് മാർക്കറ്റിംഗിൽ ഇന്ന് ലോകത്ത് തന്നെ പറയും, ഞാൻ അധിക ലീഡേഴ്സ് ഇന്ത്യയിലാണ് പറയുന്നത്, ഞാൻ എപ്പോഴും പറയുന്നത് ലോകത്ത് തന്നെ ഈ RCMന്റെ മാതിരി നല്ല രീതിയിലൊരു ബിസിനസ് പ്രസ്ഥാനം ഇന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. മറ്റുള്ളവർ വരുമ്പോൾ പല കാഴ്ചപ്പാടിലും കാണാം. പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു നോബിൾ പ്രൊഫഷൻസ് ആണ് ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, ലോയേഴ്സ്, അതേമാതിരി ഒരുപാട് നല്ല നല്ല ടീച്ചേഴ്സ്, നല്ല നോബിൾ പക്ഷെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ ഒരു പ്രവൃത്തിയിൽ അല്ലെ ജോബിൽ മാത്രമാണ് അവരെപ്പോഴും നോബിൾ ആവുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും നോബിളായിട്ട് ഞാൻ കാണുന്ന പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണ്. ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഈസ് എ നോബിൾ പ്രൊഫഷൻ എന്നെ സംബന്ധിച്ച്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഭാവി മനസ്സിലാക്കിയത് കൊണ്ടാണ് എൻ്റെ ജോലി ഞാൻ ഒഴിവാക്കിയിട്ട് RCMലേക്ക് കയറി വന്നത്. അതിൽ ഒരുപാട് പ്രതിസന്ധി കാര്യമൊക്കെ ഉണ്ട്, എല്ലാവർക്കും ഉണ്ടാവും. ഈ ഇരിക്കുന്ന ഇതിലുള്ള ആൾക്കാർ മാത്രമല്ല, നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ലീഡേഴ്സും ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റേജിൽ എത്തുന്നത്. നമ്മളൊരു വഴി ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ പിന്നെ പണ്ട് നാട്ടിൽ കൂടെ കാണുന്ന വഴികളൊക്കെ നനയ്ക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കല്ലും മുള്ളും നിറഞ്ഞ ഇടവഴികളായിരിക്കും. അത് ഇന്ന് ദേശീയ പാതയായതിന്റെ പുറകിൽ ഒരുപാട് പ്രവർത്തിക്കാരുടെ ലേബേഴ്സിന്റെയും ഒരുപാട് പിന്നെ എന്താ പറയുക കഷ്ടപ്പാട് അതിലുണ്ടാവും. ഇന്ന് നമ്മൾ കാണുന്ന വഴികളൊക്കെ അതേമാതിരി തന്നെ RCMന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. ആ ബുദ്ധിമുട്ടൊക്കെ സഹിച്ച് നമ്മൾ നല്ല രീതിയിൽ അതിനെ കെട്ടിപ്പടുത്ത് സ്റ്റെപ്പായിട്ട് മുന്നോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ മാത്രമല്ല, നമ്മളുടെ തലമുറ 2-3 തലമുറ നമ്മളുടെ ഫോട്ടോ നമ്മളുടെ വീട്ടിൽ വെച്ച് പൂജിക്കുന്നുണ്ടാവും. ഇന്നിപ്പോ നമ്മളെ ഫോട്ടോ പൂജിക്കാൻ ഇപ്പോഴത്തെ സ്ഥിതി തന്നെ പ്രായമായി കഴിഞ്ഞാൽ അച്ഛനും അമ്മേനൊക്കെ കയ്യും കാലും കസാരയിൽ എടുത്തിട്ട് പിന്നെ ഓൾഡ് ഹോമിലൊക്കെ കൊണ്ടാക്കുന്ന ഒരുപാട് മക്കളുണ്ട്. കാരണം അവരിന്നൊന്നും കിട്ടാനില്ല എന്ന് മാത്രമല്ല, അവരെ നമ്മളെ പൈസ കൊടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാലാണ് ഇപ്പൊ ഉള്ളത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ കോടീശ്വരന്മാരാണെങ്കിലോ ഒരു 50 ലക്ഷത്തിന്റെ ലോട്ടറി നമ്മളെ പോക്കറ്റിലുണ്ടെങ്കിൽ നമ്മളെ മക്കളെ സ്ഥിതി എന്തായിരിക്കും? നമ്മൾ വിട്ടുപോകുമോ? എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാവും. അതേമാതിരി ഇത് എല്ലാ മാസം ലക്ഷങ്ങൾ വരുമാനം വാങ്ങുന്ന ഒരു RCMന്റെ ലീഡറെ ഇത് മക്കളും വിട്ടുപോല എന്ന് മാത്രമല്ല, വിട്ടുപോയ മക്കളുണ്ടെങ്കിൽ തിരിച്ചു വരിക ചെയ്യാം. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പ്രസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. എന്നെ സംബന്ധിച്ച് കേരളത്തിൽ എനിക്കാണെങ്കിൽ ഒരുപാട് ആൾക്കാർ ഓൾ ഇന്ത്യ ലെവലിൽ 4 കോടി ജനങ്ങൾ RCMൽ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ വരുമാനം ഉണ്ടാക്കുന്ന ആള് അതിൽ 3-1 കൂടി ഇല്ല എന്നാണ് കേൾക്കുന്നത്. 3-1 കൂടി ഇല്ല, 10-1 പോലും ഇല്ലാതെ കേൾക്കുന്ന വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാർ. കുറെ ആൾക്കാർ വിട്ടുപോകുന്നു.
പക്ഷെ വിട്ടുപോകുന്ന ആൾക്കാരോടും ഇതിൽ നിൽക്കുന്ന ആൾക്കാരോടും എനിക്ക് പറയാനുള്ളത് ഇത്ര നല്ല പ്രസ്ഥാനം ഇനി വരാൻ പോകുന്നില്ല. എന്റെ ഒരുപക്ഷെ വരുമായിരിക്കും. ആ പ്രസ്ഥാനം വന്ന് കെട്ടിപ്പടുത്ത് 10-20 വർഷം കഴിയുമ്പോഴേ നമുക്ക് അതിന്റെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇത് നമ്മളാരും അറിയാതെ തന്നെ എത്രയോ വർഷങ്ങളായി 2000 തുടങ്ങിയ കമ്പനി വളരെ നല്ല ലെവലിൽ കെട്ടിപ്പടുത്ത് നല്ല എന്താ പറയാ നാഷണൽ ഹൈവേ ആയതിന്റെ ശേഷമാണ് നമ്മളിത് കാണുന്നത് തന്നെ. അപ്പൊ ഇതിൽ നമുക്ക് വിജയിക്കാൻ വളരെ എളുപ്പമാണ്. പുതിയൊരു കമ്പനി വന്നിക്കുകയാണെങ്കിൽ ആ കെട്ടിപ്പടുക്കാൻ നമ്മളെ എഫേർട്ടും കൂടി ഉണ്ടാവണം. അപ്പൊ ഇതിലതൊന്നും വേണ്ട. ഒരുപാട് ലീഡേഴ്സ് കെട്ടിപ്പടുത്ത് കൊണ്ടുവന്ന പ്രസ്ഥാനമാണിത്. ഇതിൽ വിജയിക്കാൻ വളരെ എളുപ്പമാണ്. നമ്മളെ പിന്നെ എന്താ പറയാ നിത്യോപയോഗ സാധനങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്ത്, അതേമാതിരി ന്യൂട്രിചാർജ് പ്രൊഡക്റ്റ്, അതിന്റെ ഒരു നോബൽ ആ ഒരു പ്രൊഡക്റ്റിനെ പറ്റി പറയാതിരിക്കാൻ വയ്യ. എന്റെ വീട്ടിൽ ഞാൻ ആദ്യമായിട്ട് RCMനെ ശരിക്കും എനിക്ക് കണ്ണു തുറക്കാൻ ഏറ്റവും വലിയ കാരണം എന്റെ വീട്ടിൽ മാറിയ അസുഖങ്ങളാണ്. അതേമാതിരി എത്രയോ വീടുകളിൽ നമ്മൾ വിളിച്ചു പറഞ്ഞ് സുരേഷ് സാറൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി കൊടുത്ത്, ന്യൂട്രിചാർജ് സുരേഷ് സാറൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി കൊടുത്ത് പല ആൾക്കാരെ വീട്ടിലും ഒരുപാട് അസുഖങ്ങൾ മാറിയ കഥകൾ അവരിങ്ങോട്ട് വിളിച്ച് പറയുന്ന പല കാര്യങ്ങളും ഇതൊക്കെ തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ RCMല് നോബൽ പ്രൊഫഷൻ എന്ന് പറയാൻ കാരണം നമ്മളൊരു ഡോക്ടറാണ്, നമ്മളൊരു എഞ്ചിനീയറാണ്, നമ്മളൊരു ടീച്ചറാണ്, നമ്മളൊരു ലീഡറാണ്, നമ്മളൊരു നേഴ്സാണ്. ഇങ്ങനെ എല്ലാ കാര്യത്തിലും നമ്മൾ പിന്നെ ഈ എല്ലാ കാര്യങ്ങളും കൂടിയ ഒരു പ്രൊഫഷനാണ് നമ്മൾ RCMൽ ഏറ്റെടുത്ത് ചെയ്യുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കാത്തവർ എത്രയും പെട്ടെന്ന് മനസ്സിലാക്കുക. കയ്യിൽ കിട്ടിയ ആൾക്കാർ ഇത് നല്ല രീതിയിൽ വിനിയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. 1-2 ആൾക്കാരോട് പറഞ്ഞിട്ട്, അല്ലെ 1-2 ആൾക്കാരെ ചേർത്തിയിട്ട് അവൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മറ്റവൻ കേൾക്കുന്നില്ല, ഇവൻ വാങ്ങുന്നില്ല എന്ന് പറഞ്ഞ് കഴിക്കാതെ നമ്മൾ വീട് വീടാന്തരം കയറി നോ 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 എന്ന് കേട്ട് അവസാനം ആ നോയിൽ ഒരുപാട് യെസ്സുകൾ വരാൻ തുടങ്ങും. യാതൊരു സംശയമില്ല. നമ്മളൊക്കെ അങ്ങനെ വന്നതാണ്. അപ്പൊ അതുകൊണ്ട് സാറെ നിർത്തട്ടെ, 12:45 അർജുന പോയി പറഞ്ഞാൽ നിർത്താൻ തോന്നില്ലതാ. അപ്പൊ എന്തായാലും ഇത്രയൊക്കെ കാര്യങ്ങളാണ്, കൂടുതൽ പറയുന്നില്ല. അപ്പൊ എന്തായാലും ഇത് ഇത്രയും ഈ ഒരു പ്രസ്ഥാനത്തെ നമുക്ക് തന്ന, എന്നെ സംബന്ധിച്ച് ഈ ഒരു പ്രസ്ഥാനം എനിക്ക് തന്നത് മുണ്ടിക്കത്തായത്തിലെ മണിസാറാണ്. ഞാൻ എന്നും അദ്ദേഹത്തോട് അദ്ദേഹം എനിക്ക് വേണ്ടി ഈ ബിസിനസ് എന്ത് ചെയ്തു എന്നുള്ളതല്ല, ഈ ഒരു പ്രസ്ഥാനം എനിക്ക് എന്റെ കയ്യിലേക്ക് എത്തിക്കാൻ ഒരു പക്ഷേ ദൈവത്തിന്റെ ഒരു കൃപ ഉള്ളതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം. ഒരുപാട് ആൾക്ക് അദ്ദേഹം കൊടുത്തിട്ടുണ്ടാവും. ആ കൊടുത്ത ആൾക്കാർ എല്ലാവരും ഏറ്റെടുത്തോളന്നില്ല. അതേമാതിരി ഞാനിത് പറഞ്ഞു കൊടുത്ത ഒരുപാട് ആൾക്കാരുണ്ട്. എന്നെ വിട്ടുപോയ, എന്റെ ടീമിൽ നിന്ന് വിട്ടുപോയ ഒരുപാട് ആൾക്കാരുണ്ട്. നല്ല ഉദാഹരണം പറയുമ്പോൾ കേരളത്തിലേക്ക് ഏറ്റവും നല്ല ടീമാണ്. പറയുകയാണെങ്കിൽ അഹങ്കാരം പറയാൻ വിചാരിക്കരുത്. ഡിസംബർ മാസത്തിലായാലും ജനുവരി മാസത്തിലായാലും കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ അച്ചീവേഴ്സ് സൃഷ്ടിച്ച ടീമാണ് നമ്മളെ ഈ ടീം, ഗ്ലോബൽ ടീം. അതിൽ നിന്ന് വിട്ടുപോയ ആൾക്കാരുണ്ട്, ടീം ശരിയല്ലാറുണ്ട്, എത്ര ആൾക്കാരുണ്ട്. പക്ഷെ അത് പണ്ട് നാരായണ സാറ് പറഞ്ഞ മാതിരി കർക്കിടക മാസത്തിൽ എന്റെ കിണറിന്ന് ഒരു ബക്കറ്റ് വെള്ളം കോരിപ്പോ എനിക്കൊരു നഷ്ടമില്ല എന്ന് നാരായണ സാർ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ ടീമിൽ നിന്ന് ആൾക്കാർ വിട്ടുപോയ സമയത്ത്. അതേമാതിരി നമ്മുടെ ടീമിൽ നിന്ന് ഒരാൾ വിട്ടുപോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നഷ്ടം എന്നല്ലാണ്ട് ടീമിന് നഷ്ടമില്ല, നമുക്ക് നഷ്ടമില്ല. കാരണം നമുക്ക് ഇഷ്ടം പോലെ കോരി കുടിക്കാൻ സാർ പറഞ്ഞ ഒരു 5 HP മോട്ടോർ വെച്ച് വീട്ടിലേക്ക് അടിച്ചു മാറ്റാനുള്ള സംവിധാനം RCMനുണ്ട്. പിന്നെ നമ്മൾ എന്തിനാ പേടിക്കുന്നത്? ഇന്ന് ഒരു ടീമില്ലെങ്കിൽ ഇഷ്ടം പോലെ ആൾക്കാർ നമ്മുടെ ടീമിൽ വരും. നമ്മളറിയാതെ ടീമിൽ വരും. നമ്മൾ ഒരു 100-150 ആൾക്കാരുണ്ടായി കഴിഞ്ഞാൽ ആ ടീം ഡെവലപ്പ് ചെയ്ത് നമ്മളറിയാതെ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ടീം. അപ്പൊ അങ്ങനെ നമ്മൾ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് RCM പ്രസ്ഥാനം മാറുക എന്ന് ലീഡേഴ്സ് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇത്രത്തോളം എനിക്കറിയില്ലത്. അപ്പൊ ഇങ്ങനെ പോകുന്ന സമയത്ത് ലോകരാഷ്ട്രങ്ങൾ മുതൽ നമ്മൾ തുടങ്ങി വെച്ച പ്രസ്ഥാനത്തിന്റെ ഈ അണികളും അലയൊലികളും ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ പോകുന്ന സമയത്ത് അവിടുത്തെ മൂല്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഇപ്പൊ കിട്ടുന്നതൊക്കെ വെറും ചെറിയ എന്താ പറയാ തുച്ഛമായ വരുമാനമാണ്. അത് കൂടിക്കൂടി വരും. എല്ലാ ലീഡേഴ്സിനും കൂടിക്കൂടി വരുന്ന സമയത്ത് എങ്ങനെ ഈ പണം ഭാവിയിൽ നമുക്ക് ചെലവഴിക്കാൻ പറ്റുന്നുള്ള ഒരു ചിന്തയാണ് ഇപ്പൊ എനിക്കുള്ളത്. പണം കിട്ടുമെന്നുള്ള ചിന്തയല്ല, പണം കിട്ടുമെന്നുള്ള ചിന്ത ഒരുപാട് കാലം ഉണ്ടായിരുന്നു. അത് കിട്ടുമെന്ന് മനസ്സിലായി. ഇനി കിട്ടുന്ന പണം, ഭാവിയിലേക്ക് കിട്ടുന്ന പണം എങ്ങനെ ചെലവഴിക്കാൻ പറ്റുന്നുള്ള ചിന്തയാണ് ഇപ്പൊ എനിക്കുള്ളത്. അപ്പൊ ഇത്രയും നേരം ഏകദേശം 11:30 മുതൽ സ്റ്റാർട്ട് ചെയ്തു, 1 മണിയാവാനായി. ഇത്രയും നേരം എന്നെയും വൈഫിനെയും കേട്ടിരുന്ന ഒരു 150 ആൾക്കാർ ഇപ്പൊ ഉണ്ട്. ആ 150 ആൾക്കാർ എന്തെങ്കിലും തെറ്റ് പറ്റി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആരെയും ഉദ്ദേശമൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും തെറ്റ് പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കണം എന്ന് പറയുന്നു. അത് മാത്രമല്ല, ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിന് അവസരം തന്ന സാറിനും ഇതിൽ കയറിയ മറ്റെല്ലാ ലീഡേഴ്സിനും അസോസിയേറ്റിനും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ജയ് RCM, ഗുഡ് RCM. Good RCM.